Hello everyone, welcome back to Learn with GGB. So in the video we are going to cover how, when and where of class 8 history. Okay, and before I start teaching, I would like to ask you all to please subscribe to my channel because this channel I think for 2 weeks so I need your support. So please do not forget to subscribe for more such videos. Okay, so let us start now. ഓൾസോ ഈ നോട്ട്സ് ബുക്കിൽ നിന്ന് NCERT ബുക്കിൽ നിന്ന് തന്നെ ലൈൻസ് എടുത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന നോട്ട്സാണ്. സോ യു ഓൾ ഡു നോട്ട് നീഡ് ടു വറി, ഇറ്റ്സ് ഫ്രം NCERT only. Okay, so let us start now. So the first topic here is how important are dates. Dates നമുക്ക് വേണ്ടി ഇത്രയും ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണ്? ഓക്കെ, സോ ഹിസ്റ്ററി കുറേ പേർക്ക് ഇഷ്ടമില്ല. ഓക്കെ, കുറേ സ്റ്റുഡൻസിന് ഹിസ്റ്ററി ഒട്ടും ഇഷ്ടമില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററിയിൽ കുറേ ഡേറ്റ്സ് ഉണ്ട് ആൻഡ് എല്ലാ ഡേറ്റ്സും നമ്മൾ ഓർത്ത് വെക്കണം ആൻഡ് എല്ലാ ഡേറ്റ്സും നമുക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റാണ്. സോ ആ ഡേറ്റ്സ് ഇത്രയും ഓർത്ത് വെക്കാനും ഒത്തിരി ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ്സ് വൈ നമുക്ക് ഹിസ്റ്ററി ഒട്ടും ഇഷ്ടമില്ല കൂടുതലും ആൾക്കാർക്ക്. ഓക്കെ, ബട്ട് ദെൻ ആ ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. History is certainly about changes that occur over time. Okay, so history നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് നോളേജാണ് കിട്ടുന്നത്? നമുക്ക് നോളേജ് കിട്ടുന്നത് പാസ്റ്റിൽ നമ്മുടെ ലോകം എങ്ങനെയായിരുന്നു ആൻഡ് ഇപ്പം പ്രസൻറ്റിൽ എങ്ങനെയായിരുന്നു ലോകം നടക്കുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ച് നോളേജ് കിട്ടാനാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ഓക്കെ, സോ ഹിസ്റ്ററി ഈസ് സർട്ടൻലി അബൌട്ട് ചേഞ്ചസ് ദാറ്റ് അക്കർ ഓവർ ടൈം. ഓക്കെ, എന്തൊക്കെ ചേഞ്ചസ് പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റ് വരെ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. സോ ഹിസ്റ്ററി ഈസ് ഓൾ അബൌട്ട് ചേഞ്ചസ് ദാറ്റ് അക്കർ ഓവർ ടൈം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ഫൈൻഡിങ് ഔട്ട് ഹൗ തിങ്സ് വെയർ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹൗ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഓക്കെ, പാസ്റ്റിൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആൻഡ് ഇപ്പോൾ അതെങ്ങനെ ചേഞ്ച് ആയി അതിനെക്കുറിച്ചാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ആസ് സൂൺ ആസ് വി കമ്പയർ ദ പാസ്റ്റ് വിത്ത് ദ പ്രസൻറ്റ് വി റെഫർ ടു ടൈം വി ടോക്ക് ഓഫ് before and after. Okay, so for example ഒരു ഇയർ 1947. ഓക്കെ, 1947 ഒരു ഇയർ ആണ് ആൻഡ് ആ ഇയർ നമുക്ക് വേണ്ടി ഇന്ത്യൻസിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ 1947 വരെ നമ്മൾ ബ്രിട്ടീഷ് റൂളിൻ്റെ അടിമയായിരുന്നു ആൻഡ് ദെൻ 1947 നമുക്ക് എന്ത് കിട്ടി? ഫ്രീഡം കിട്ടി. ഓക്കെ, ഫ്രീഡം കിട്ടിയിട്ട് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയി. റൈറ്റ്, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. ഓക്കെ, സോ 1947 നമുക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ്. ഓക്കെ, സോ പാസ്റ്റിൽ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഇന്ത്യനെ എങ്ങനെയാണ് നോക്കുന്നത്? 1947 മുമ്പ് ബിഫോർ 1947 നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു ആൻഡ് ദെൻ ആഫ്റ്റർ 1947 ഇങ്ങനെ ചേഞ്ചസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഡേറ്റ്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആസ് സൂൺ ആസ് വി കമ്പയർ ദ പാസ്റ്റ് വിത്ത് ദ പ്രസൻറ്റ് വി റെഫർ ടു ടൈം വി ടോക്ക് ഓഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, സോ നമ്മളൊരു പെർട്ടിക്കുലർ ടൈം, ഒരു പാസ്റ്റിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നടന്ന ടൈം നോക്കുകയാണെങ്കിൽ നമ്മൾ ബിഫോറും ആഫ്റ്ററും നോക്കാൻ വേണ്ടി നമുക്ക് ഡേറ്റ്സും ടൈമും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ഡേറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഡേറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ചേഞ്ച് നടന്നു, അതിന് മുമ്പ് ലോകം എങ്ങനെയായിരുന്നു ആൻഡ് ദെൻ അത് കഴിയുമ്പോൾ ലോകം എങ്ങനെയായിരുന്നു അതറിയാൻ വേണ്ടി ഡേറ്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നൗ സോ ഡേറ്റ്സ് നമുക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓരോരോ ഇവൻറ്റ് നടക്കുന്ന ഡേറ്റ് നമുക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ബർത്ത്ഡേയും അത് നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതിനൊരു ഡേ ഉണ്ട്. സോ നമുക്കറിയാം ദറ്റ് ആ ഡേറ്റിലാണ് നിങ്ങളോ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെയോ ബോൺ ആയെന്ന് നമുക്കറിയാം. സോ അതിന് നമുക്ക് ഡേറ്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു വാർ നടന്നതിൻ്റെ ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ ഇൻവെൻഷൻ നടന്നു, ഓക്കെ, എന്തെങ്കിലും കണ്ടുപിടിച്ചു, അതിൻ്റെ നമുക്ക് ഡേറ്റ് കാണും. ബട്ട് എല്ലാ കാര്യത്തിനും ഒരു ഡേറ്റ്, ഒരു ഫിക്സ്ഡ് ഡേറ്റ് വേണം, അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടെൽ യു ദാറ്റ് ചായ. ഓക്കെ, ചായ ഇന്ത്യൻസിന് വേണ്ടി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ചായ. ഓക്കെ, ചില വീടുകളിൽ 5 നേരം ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ചിലവിടത്ത് ആൾക്കാർ ചായ അഡിക്റ്റ് ആണ്. ഓക്കെ, കുറേ റീൽസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചായ അഡിക്റ്റിനെ കുറിച്ചും റീൽസ് വരാറുണ്ട്. ചായ ഞങ്ങൾക്ക് ഇത്രയും ഇഷ്ടമാണ്, ചായ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, സോ ചായ ഈസ് ടീ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻസ്. ഓക്കെ, ബട്ട് ഈ ടീ ഇൻവെൻ്റ് ആയ അല്ലെങ്കിൽ ഈ ടീ എപ്പോഴാണ് ഉണ്ടായത് അതിൻ്റെ ഒരു കറക്റ്റ് ഡേറ്റ് ഇല്ല. ഓക്കെ, ചായ ഇൻവെൻ്റ് ആയ ഒരു കറക്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഒരു സമയമില്ല. ബിക്കോസ് ടീ എങ്ങനെ ഒരു പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, കുറേ നാളുകൾ ഇന്ത്യൻസ് ഫോർ പ്രിസൈസ്ലി നമ്മൾ പറഞ്ഞാൽ ഇത് നമുക്ക് ബ്രിട്ടീഷേഴ്സ് ആണ് ടീ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഓക്കെ, സോ ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ടീൻ്റെ ടേസ്റ്റ് മനസ്സിലായത് ആൻഡ് ദെൻ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് അത് എല്ലാ വീടുകളിലും ഫേമസ് ആയി. അങ്ങനെയാണ് ടീ ഇപ്പം ഫുൾ ഇന്ത്യൻസിൻ്റെ വീട്ടിലുള്ളത്. ഓക്കെ, ബട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ടീ ഇൻവെൻ്റ് ആയ ഒരു സ്പെസിഫിക് ഡേറ്റ് അല്ലെങ്കിൽ ടൈം നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, ബിക്കോസ് അത് ഒത്തിരി നാളുകൾ എല്ലാവരും അത് ടേസ്റ്റ് ചെയ്തു ആൻഡ് ദെൻ അതിൽ മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കി ആൻഡ് ദെൻ അതിനെ ഒരു നല്ല ഡ്രിങ്കായി മാറ്റി എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ടീ ഇപ്പം നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, സോ ടീന് വേണ്ടി ടീ ഇൻവെൻ്റ് ആയ ഒരു സ്പെസിഫിക് ഡേ ഓർ ടൈം നമ്മുടെ കയ്യിൽ ഇല്ല. അതൊരു പീരിയഡ് ഓഫ് ടൈമിലാണ് ആ ടേസ്റ്റ് ആൾക്കാർ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദാറ്റ് സംടൈംസ് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻകറക്റ്റ് ടു ഫിക്സ് പ്രിസൈസ് ഡേറ്റ് ടു പ്രോസസ്സസ് ദാറ്റ് ഹാപ്പൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. പീപ്പിൾ ഇൻ ഇന്ത്യ ഡിഡ് നോട്ട് ബിഗിൻ ഡ്രിങ്കിങ് ടീ വൺ ഫൈൻ ഡേ, they developed a taste for it over time. Okay, that's what is written. Okay, ചില കാര്യങ്ങൾ പീരിയഡ് ഓഫ് ടൈമിലാണ് നടക്കുന്നത്. ഓക്കെ, സോ അതിനൊരു കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത് പറയുന്നത് തെറ്റായിരിക്കും. ഓക്കെ, സിമിലർലി വി കനോട്ട് ഫിക്സ് വൺ സിംഗിൾ ഡേറ്റ് ഓൺ വിച്ച് ബ്രിട്ടീഷ് റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ദ നാഷണൽ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഓർ ചേഞ്ചസ് ടുക്ക് പ്ലേസ് വിതിൻ ദി ഇക്കണോമി ആൻഡ് സൊസൈറ്റി. ഓൾ ദീസ് തിങ്സ് ഹാപ്പൻഡ് ഓവർ എ സ്ട്രെച്ച് ഓഫ് ടൈം. ഓക്കെ,
സോ ഈ ചായ എപ്പോഴാണ് ഇൻവെൻറ്റ് ആയ അതിൻ്റെ ഒരു ഫിക്സ് ഡേറ്റും ടൈമും ഇല്ലാത്ത പോലെ തന്നെ ബ്രിട്ടീഷ് റൂൾ എപ്പോഴാണ് ഇന്ത്യയിൽ തുടങ്ങിയത് അതിനും ഒരു ഫിക്സ്ഡ് ഡേറ്റ് അല്ലെങ്കിൽ ടൈം ഇല്ല. ബിക്കോസ് ലെറ്റ് മീ ടെൽ യു, നമ്മൾ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് 17th century തൊട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ എസ്റ്റാബ്ലിഷ് ആയിരുന്നു. ഓക്കെ, ബിക്കോസ് അതിനൊരു ഫിക്സ്ഡ് ഡേറ്റ് അല്ലെങ്കിൽ ടൈം ഇല്ല. ഓക്കെ, അതൊരു സ്പാൻ ഓഫ് ടൈമിലാണ്, സ്ട്രെച്ച് ഓഫ് ടൈമിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ലൈക്ക് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ വന്നത്, ആൻഡ് ദെൻ നാഷണൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ആയത്, ആൻഡ് ദെൻ ഇക്കണോമിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്ന ഒരു ദിവസം അതൊന്നും സംഭവിക്കത്തില്ല. ഓക്കെ, പെട്ടെന്ന് അങ്ങ് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, അതൊരു സ്പാൻ ഓഫ് ടൈമിൽ, സ്ട്രെച്ച് ഓഫ് ടൈമിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ ഇതിന് ഒരു ഫിക്സ്ഡ് ഡേറ്റ് വെക്കുന്നത് തെറ്റായിരിക്കും. വി കൻ ഓൺലി റെഫർ ടു എ സ്പാൻ ഓഫ് ടൈം ആൻഡ് അപ്രോക്സിമേറ്റ് പീരിയഡ് ഓവർ വിച്ച് പെർട്ടിക്കുലർ ചേഞ്ചസ് ബിക്കെയിം വിസിബിൾ. ഓക്കെ, സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ഫിക്സ്ഡ് ഡേറ്റ് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് പറയാം ദാറ്റ് ബ്രിട്ടീഷ് റൂൾ 17th century to 19th century വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്കൊരു അപ്രോക്സിമേറ്റ് ടൈമിങ്ങേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നൗ so yeah, here is an important question. If very important question ഉണ്ട്, why then do we continue to associate history with a string of dates? Okay, so ഈ question എന്ന് വെച്ചാൽ ചില സ്കൂളുകളിൽ ഇങ്ങനെ ഉണ്ട് ദാറ്റ് അവർ NCERT ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നെ ടീച്ചേഴ്സ് തന്നെ ബുക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വന്നാൽ യു ഹാവ് ടു റൈറ്റ് ദീസ് 5 points. ഈ 5 points എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇസ് വൈ ദെൻ ഡു വി കണ്ടിന്യൂ ടു അസോസിയേറ്റ് ഹിസ്റ്ററി വിത്ത് എ സ്ട്രിങ് ഓഫ് ഡേറ്റ്സ്? ഓക്കെ, നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സിൻ്റെ ഡേറ്റ്സ് ഒന്നും അറിയത്തില്ല, ഫിക്സ്ഡ് ഡേറ്റ് നമുക്ക് അറിയത്തില്ല. എന്നിട്ടും എന്തിനാ ഹിസ്റ്ററിയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്? ഈ ഡേറ്റ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്? ലെറ്റ് us see. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ടു ലുക്ക് at how people earned their livelihood. ഓക്കെ, so now what is the meaning of livelihood? Livelihoodന്റെ മീനിങ് എന്തുവാ? livelihood means നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾ എന്തൊക്കെയാണ്? ലെറ്റ് us say നമുക്കൊരു ഷെൽട്ടർ വേണം. ഷെൽട്ടർ മീൻസ് വീട് വേണം, ഫുഡ് വേണം, വാട്ടർ വേണം, പിന്നെ ക്ലോത്ത്സ് വേണം. ഓക്കെ, സോ ഈ 4 സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, റൈറ്റ്? വർക്ക് ചെയ്ത് നമുക്ക് കാശ് കിട്ടും, എന്നിട്ട് നമുക്ക് ഇതൊക്കെ മേടിക്കാം. ഓക്കെ, സോ അതിനാണ് വർക്ക് ചെയ്ത് ലൈവ്ലിഹുഡ്, ഈ ലൈവ്ലിഹുഡ്, ഈ 4 സംഭവങ്ങളും മേടിക്കുന്നതിനാണ് നമ്മൾ ഏൺഡ് ദെയർ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടു ലുക്ക് അറ്റ് ഹൗ പീപ്പിൾ ഏൺഡ് ദെയർ ലൈവ്ലിഹുഡ്. സോ ഇപ്പം നമുക്ക് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ടീച്ചർ ആകാം, അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു യൂട്യൂബർ ആകാം, ഫാഷൻ ഡിസൈനർ ആകാം, അങ്ങനെ പൈലറ്റ് ആകാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഗെയിമേഴ്സ് ആകാം. ഓക്കെ, ഗെയിമിംഗ് ചാനൽ തുടങ്ങാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സോ ഇപ്പം കുറേ പ്രൊഫഷൻസ് ഉണ്ട് മാർക്കറ്റിൽ. ബട്ട് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർ എങ്ങനെയായിരുന്നു? ഫാമിംഗ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊഫഷൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഇതൊക്കെ എവിടുന്ന് തുടങ്ങി? ഓക്കെ, എപ്പോൾ തുടങ്ങി? ആരാണ് ഇതൊക്കെ തുടങ്ങിയത്? അതൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത്? അതൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് ടു നോ വാട്ട് പീപ്പിൾ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഏറ്റ്. ഓക്കെ, ഇപ്പം ലോകത്ത് നമുക്ക് ബർഗർ ഉണ്ട്, പിസ്സ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് ഏറ്റവും പാസ്റ്റിൽ, ഓക്കെ, ഈ ഫുഡൊക്കെ തുടങ്ങിയ സമയത്ത് ആൾക്കാർ എന്തുമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തുമായിരുന്നു തിന്നുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയും നമുക്ക് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഐ ഡോണ്ട് റിമെമ്പർ ദ ഡേറ്റ്, ബട്ട് കുറേ മുൻപ് ക്രിസ്റ്റോഫർ കൊളംബസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ക്രിസ്റ്റോഫർ കൊളംബസ് ഇങ്ങനെ ഷിപ്പിൽ ഇങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് അമേരിക്ക ഇല്ലായിരുന്നു. ഓക്കെ, സോ ക്രിസ്റ്റോഫർ കൊളംബസ് ഇങ്ങനെ ഷിപ്പിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ ഈ അമേരിക്ക ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോഴാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അതിന് മുമ്പ് ലോകത്ത് അമേരിക്ക എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. ഓക്കെ, സോ ക്രിസ്റ്റോഫർ കൊളംബസ് ഇങ്ങനെ ഷിപ്പിൽ കറങ്ങിക്കൊണ്ടിരുന്നപ്പം അമേരിക്ക കണ്ടു. അമേരിക്ക കണ്ടു കഴിഞ്ഞപ്പം അമേരിക്കയിൽ നിന്നും കുറേ സംഭവങ്ങൾ ഇൻവെൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ ടെൽ യു. അമേരിക്കയിലായിരുന്നു പൊട്ടാറ്റോ ഉള്ളത്. ഓക്കെ, പൊട്ടാറ്റോ അമേരിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് യൂറോപ്പിലെങ്ങും പൊട്ടാറ്റോ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ലായിരുന്നു. ക്രിസ്റ്റോഫർ കൊളംബസ് അമേരിക്ക ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അമേരിക്ക കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് യൂറോപ്പിലോട്ട് പൊട്ടാറ്റോ പോകാൻ തുടങ്ങിയത്. ഓക്കെ, സോ ആ പൊട്ടാറ്റോ കണ്ടുപിടിച്ചതിന് മുമ്പ് വേൾഡിൽ എന്തായിരുന്നു? പൊട്ടാറ്റോ ഇല്ലായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ആ ഡേറ്റ് കഴിഞ്ഞപ്പം വേൾഡിൽ പൊട്ടാറ്റോ വന്നു. സോ ആ ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, റൈറ്റ്? ആ ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അങ്ങനെയാണ് ആൾക്കാർ പൊട്ടാറ്റോ കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ സംഭവങ്ങൾ പാസ്റ്റിലല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് കണ്ടുപിടിച്ചു, ആൻഡ് ദെൻ ആൾക്കാർ അത് കഴിക്കാൻ തുടങ്ങി. സോ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ടു നോ വാട്ട് പീപ്പിൾ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഏറ്റ്. ഓക്കെ, ആൾക്കാർ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, എന്ത് തിന്നു, അതൊക്കെ അറിയാനും ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, തേർഡ് പോയിന്റ് ഇസ് ടു നോ ഹൗ സിറ്റീസ് ഡെവലപ്ഡ് ആൻഡ് മാർക്കറ്റ്സ് കെയിം അപ്പ്. ഓക്കെ, സിറ്റീസ് എങ്ങനെ, പുതിയ പുതിയ സിറ്റീസ് എങ്ങനെ ഡെവലപ്പായി, പുതിയ മാർക്കറ്റ്സ് എപ്പോൾ തുടങ്ങി, അതൊക്കെ അറിയാനും നമുക്ക് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ആൻഡ് ദെൻ the fourth point is to know how kingdoms were formed and new ideas spread. Okay, ഏതൊക്കെ രാജ്യം എപ്പോൾ തുടങ്ങി ആൻഡ് ഏതൊക്കെ പുതിയ പുതിയ ഐഡിയാസ് എപ്പോൾ സ്പ്രെഡ് ആയി, അതൊക്കെ അറിയാനും ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ്. ടു നോ ഹൗ കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് ചേഞ്ച്. പുതിയ കൾച്ചേഴ്സ് എപ്പോൾ തുടങ്ങി, എങ്ങനെ സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ദാറ്റ് പാസ്റ്റിൽ ഫീമെയിൽസിൻ്റെ കല്യാണം പെട്ടെന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓക്കെ, ബട്ട് ഇപ്പോൾ എന്തുവാ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫീമെയിൽസും മെയിൽസിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ഈക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ അങ്ങനത്തെ ചേഞ്ചസ് സൊസൈറ്റിയിൽ എപ്പോൾ വന്നു, അതൊക്കെ അറിയാനും ഡേറ്റ്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ 5 പോയിന്റ്സ് എഴുതിയാൽ നിങ്ങൾക്ക്
ഫുൾ മാർക്സ് കിട്ടും ഈ ക്വസ്റ്റ്യൻ ഓക്കെ. ആൻഡ് ഓൾസോ പുതിയ ഫെസ്റ്റിവൽസ്, കൾച്ചറിൽ പുതിയ ഫെസ്റ്റിവൽസ് എപ്പോൾ ഇൻവെൻറ്റ് ആയി അതിനൊക്കെ ഡേറ്റ്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നൗ ലെറ്റ് us go to the next topic. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തേക്കുന്നതാണ് വിച്ച് ഡേറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബട്ട് അതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് വേർഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ടു നോട്ട് ഗെറ്റ് കൺഫ്യൂസ് ഞാൻ ഇവിടെ ആ ടോപ്പിക്ക് എഴുതിയേക്കാം. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിക്കിൻ്റെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാനിവിടെ ഈ ടോപ്പിക്ക് എഴുതി വിച്ച് ഡേറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ ഇതാണ് കൊടുത്തേക്കുന്നത്, ദാറ്റ്സ് വൈ. സോ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ ദാറ്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ, ഇന്ത്യയുടെ പാസ്റ്റ്, ഇന്ത്യയുടെ ഹിസ്റ്ററി ബ്രിട്ടീഷേഴ്സാണ് ഫുൾ എഴുതിയേക്കുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ബ്രിട്ടീഷേഴ്സാണ് എഴുതിയേക്കുന്നത്. ബിക്കോസ് ഇന്ത്യൻസിന് മുമ്പ് കൂടുതൽ പഠിക്കാനും എഴുതാനും അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. ദാറ്റ്സ് വൈ ബ്രിട്ടീഷേഴ്സാണ് ഫുൾ എഴുതിയേക്കുന്നത്, മോസ്റ്റ്ലി എഴുതിയേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ത്യയുടെ ഹിസ്റ്ററി വായിക്കുമ്പം നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എഴുതിയ ഹിസ്റ്ററിയാണ് വായിക്കുന്നത്. സോ അതിൽ കുറേ ഡിഫറൻസ് വരാറുണ്ട്. ബിക്കോസ് ലെറ്റ് മീ ടെൽ യു ദാറ്റ് നിങ്ങളുടെ ഈ ചാപ്റ്റർ ഹൗ വെൻ ആൻഡ് വെയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദെൻ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു ദാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതിൻ്റെ നോട്ട്സ് എഴുതിക്കൊണ്ട് വരണം. സോ ചാപ്റ്റർ ഒന്ന് തന്നെയാണ്, ബട്ട് എല്ലാ കുട്ടിയും എഴുതുന്ന നോട്ട്സിലും ഒത്തിരി ഡിഫറൻസ് കാണും. ബിക്കോസ് എല്ലാവർക്കും ഡിഫറെൻറ്റ് കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാവരുടെയും നോട്ട്സിലും ഒത്തിരി ഡിഫറൻസ് കാണും. ഓക്കെ, അങ്ങനെ തന്നെ ഇന്ത്യനെ കുറിച്ച് നിങ്ങളിപ്പം അമേരിക്കൻസിനോട് ചോദിച്ചാൽ അവർക്കൊരു വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഇന്ത്യനെ കുറിച്ച്. ആൻഡ് അങ്ങനെ തന്നെ പാകിസ്ഥാനീസിനോട് ചോദിച്ചാൽ അവർക്കൊരു വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ആൻഡ് ബംഗ്ലാദേശികളോട് ചോദിച്ചാൽ അവർക്കൊരു വേറെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അങ്ങനെ തന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററി ബ്രിട്ടീഷേഴ്സ് എഴുതിയപ്പം അവരും അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഹിസ്റ്ററി എഴുതിയത്. ഓക്കെ, സോ ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതിയപ്പം ബ്രിട്ടീഷേഴ്സ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. സോ അവരെക്കുറിച്ച് മാത്രമേ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ അവർ എന്തോ എഴുതിയേക്കുന്നത് ഓൺലി അബൌട്ട് റൂൾ ഓഫ് ഈച്ച് ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ മീൻസ് ആ സമയത്ത് റൂൾ ചെയ്യുന്ന കിങ്ഡമിൽ ഏറ്റവും ഹൈ പോസ്റ്റിലിരിക്കുന്ന ആളുടെ പേരാണ് ഗവർണർ, പേരല്ല ആ ഒരു പോസ്റ്റാണ് ഗവർണർ ജനറൽ. ഓക്കെ, സോ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എല്ലാ ഫുൾ ഹിസ്റ്ററിയിൽ എന്തോ എഴുതിയേക്കുന്നത് ഏത് സമയത്ത് ഏത് ഗവർണർ ജനറലാണ് ആ ആളെക്കുറിച്ചും ആൻഡ് ദെൻ ആ ആളുടെ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് വന്നു, എന്തൊക്കെ വാർ നടന്നു, അതിനെക്കുറിച്ച് മാത്രമാണ് ഹിസ്റ്ററിയിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, and then these histories begin with the rule of first Governor General Warren Hastings and ended with last Viceroy Lord Mountbatten. Okay, this is very important. Okay, this is very important. Okay, wait a second. Yeah, this is very important. നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, സോ ബ്രിട്ടീഷ് റൂൾ നടന്ന സമയത്ത് കുറേ ഗവർണർ ജനറൽസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഹാസ്റ്റിങ്സ്, വെൽസ്ലി, ബെൻറ്റിക്, ഡോൾഹുയ്സി, കാനിങ് എക്സെട്ര. ഇങ്ങനെ കുറേ ഗവർണർ ജനറൽസും റൂളേഴ്സും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടിയ 2 ഗവർണർ ജനറൽസിൻ്റെ പേരാണ്. ഫസ്റ്റ് ഗവർണർ ജനറൽ മീൻസ് ഈ ബ്രിട്ടീഷ് റൂൾ തുടങ്ങിയപ്പം ഏറ്റവും ഹൈ പോസ്റ്റിലിരുന്ന ആരായിരുന്നു? വാറൻ ഹാസ്റ്റിങ്സ്. ഓക്കെ, ഈ ആളുടെ പേര് ഓർത്ത് വെക്കണം. ആൻഡ് ദെൻ ലാസ്റ്റ് നമുക്ക് ഫ്രീഡം കിട്ടുന്നതിന് ജസ്റ്റ് മുൻപ് ആരായിരുന്നു റൂളിങ്ങിൽ ഏറ്റവും ഹൈ പോസ്റ്റിൽ? ലാസ്റ്റ് വൈസ്രോയ് ലോർഡ് മൗണ്ട്ബേറ്റൻ. ഓക്കെ, ലോർഡ് മൗണ്ട്ബേറ്റൻ ആയിരുന്നു ലാസ്റ്റ് നമ്മുടെ ഹൈ പോസ്റ്റിൽ ബ്രിട്ടീഷ് റൂളിലിരുന്ന ആൾ. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രീഡം കിട്ടി. ഓക്കെ, സോ ഈ 2 ആൾക്കാരുടെയും പേര് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്ലീസ് റിമെമ്പർ ദിസ്. ഓക്കെ, ഇൻ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് വി റീഡ് അബൌട്ട് ദ ഡീഡ്സ് ഓഫ് അതേഴ്സ്, ഹാസ്റ്റിങ്സ്, വെൽസ്ലി, ബെൻറ്റിക്, ഡാൽഹുയ്സി ആൻഡ് കാനിങ്. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങളുടെ അടുത്ത ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എല്ലാ ഗവർണർ ജനറൽസിൻ്റെയും എന്തൊക്കെ വർക്ക് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചും പഠിക്കും. ഓക്കെ, ഓൾ ദ ഡേറ്റ്സ് ഇൻ ദീസ് ഹിസ്റ്ററി ബുക്സ് ആർ ലിങ്ക് ടു ദീസ് പേഴ്സണാലിറ്റീസ്, ടു ദെയർ ആക്ടിവിറ്റീസ്, പോളിസീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന് ബ്രിട്ടീഷേഴ്സ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബട്ട് ദെൻ അതല്ലാതെയും ഇന്ത്യയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് അവർ അതിനെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. അവർ ജസ്റ്റ് ഗവർണർ ജനറൽ, ഏത് ഗവർണർ ജനറൽ എപ്പോൾ റൂൾ തുടങ്ങി, ഏതൊക്കെ ചേഞ്ചസ് വന്നു, ഏതൊക്കെ പോളിസീസ് തുടങ്ങി, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചു, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി, അതിനെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബിക്കോസ് അത് മാത്രമാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. ഓക്കെ, സോ നൗ ലെറ്റ് us go to the next topic, which is how do we periodize. Okay, so now what is the meaning of periodize? Periodize means ഇപ്പോൾ നമ്മൾ 2025 ഓക്കെ, ഇതിനു മുമ്പും കുറേ ഇയേഴ്സ് പാസ്സായിട്ടുണ്ട് ആൻഡ് കുറേ മേജർ ഈവൻറ്റ്സും ഇയേഴ്സിൽ നടന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഈച്ച് ഇയറിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നു, എന്തൊക്കെ നടന്നില്ല, വാർ ഏതൊക്കെ നടന്നു, അതൊക്കെ ഒന്നൊന്നായിട്ട് എഴുതുക എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ദാറ്റ്സ് വൈ ഈ പീരിയഡൈസ് ചെയ്യുന്ന സിസ്റ്റം തുടങ്ങി. ഓക്കെ, സോ പീരിയഡൈസ് മീൻസ് ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോകുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസ് ടു 5th ക്ലാസ് പ്രൈമറി ആണെന്ന് പറഞ്ഞ് അതിനെ പീരിയഡൈസ് ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ 6th to 9th ലെറ്റ്സ് സേ, 6 to 8 ലെറ്റ്സ് സേ ഇറ്റ്സ് സെക്കൻഡറി. ഓക്കെ, സെക്കൻഡറി ക്ലാസ്സസ്. ഓക്കെ, സോ അതിനെ നമ്മൾ സെക്കൻഡറി ആണെന്ന് പറഞ്ഞ് പീരിയഡൈസ് ചെയ്തു. ആൻഡ് ദെൻ 9th to 12th സീനിയർ സെക്കൻഡറി. സോ അവരെ സീനിയർ സെക്കൻഡറി ആണെന്ന് പറഞ്ഞ് പീരിയഡൈസ് ചെയ്തു. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സിമിലർ ആയിട്ടുള്ള ക്ലാസ്സസിനെ ഒരു ഗ്രൂപ്പിലിട്ട് നിങ്ങൾ പീരിയഡൈസ് ചെയ്തു കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി. ഓക്കെ, സോ അതിനാണ് നമ്മൾ പീരിയഡൈസിംഗ് എന്ന് പറയുന്നത്.
സോ ഒരു സ്കോട്ടിഷ് ഇക്കോണമിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫർ ഉണ്ടായിരുന്നു 1817. ഓക്കെ, സ്കോട്ടിഷ് മീൻസ് യു നോ, ഇക്കോണമിസ്റ്റ് മീൻസ് ഇക്കോണമിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾ, ആൻഡ് പൊളിറ്റിക്സിനെ കുറിച്ചും സംസാരിക്കുന്ന ആൾ, ആൻഡ് ഫിലോസഫർ മീൻസ് ഒത്തിരി നോളജബിൾ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫിലോസഫർ എന്ന് പറയുന്നത്. നമ്മളെന്ന് വെച്ചാൽ നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്, ബട്ട് ഇവർ നോളജബിൾ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ അവരെയാണ് ഫിലോസഫർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സ്കോട്ടിഷ് ആളുണ്ടായിരുന്നു, സ്കോട്ടിഷ് ഇക്കോണമിസ്റ്റ് പൊളിറ്റിക്കൽ ഫിലോസഫർ ഉണ്ടായിരുന്നു. 1817 ആളുടെ പേരായിരുന്നു ജെയിംസ് മിൽ. ഓക്കെ, സോ ജെയിംസ് മിൽ എന്ത് ചെയ്തു, ഒരു മാസീവ് 3 വോള്യൂം വർക്ക് മീൻസ് 3 ബുക്ക്, ഒത്തിരി വണ്ണമുള്ള 3 ബുക്ക് എഴുതിയായിരുന്നു അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തെ കാര്യങ്ങൾ ഹിസ്റ്ററി എഴുതി 3 ബുക്ക് പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഒത്തിരി വണ്ണമുള്ള 3 ബുക്ക് പബ്ലിഷ് ചെയ്തു. ആൻഡ് ദെൻ അതിൻ്റെ പേര് എന്തായിരുന്നു, എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഓക്കെ, അതിൻ്റെ പേരായിരുന്നു എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ആര് പബ്ലിഷ് ചെയ്തു, ജെയിംസ് മിൽ 1817. ഓക്കെ, സോ 3 വണ്ണമുള്ള ബുക്കിൽ 3 പാർട്ടായിട്ടാണ് ഹിസ്റ്ററി എഴുതിയത്, ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതിയത്. ഓക്കെ, ആൻഡ് ദെൻ അതിനെ പുള്ളിക്കാരൻ ഡിവൈഡ് ചെയ്തു, പീരിയഡൈസ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യയിൽ മുഗൾസ് മീൻസ് മുസ്ലിംസ് റൂൾ ചെയ്ത സമയത്തിനെ മുസ്ലിം ഇന്ത്യ എന്നും പറഞ്ഞു. ആൻഡ് ദെൻ മുസ്ലിംസിന് മുമ്പ് ഹിന്ദു രാജ്യമായിരുന്നു, സോ ഹിന്ദു ഇന്ത്യ എന്നും പറഞ്ഞു. ആൻഡ് ദെൻ മുഗൾസിൻ്റെ റൂൾ കഴിഞ്ഞപ്പം ബ്രിട്ടീഷേഴ്സിൻ്റെ രാജ്യം വന്നു ഇവിടെ, സോ അതിനെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞു. സോ 3 ബുക്ക് എഴുതി, ഫസ്റ്റ് വൺ ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് ആയിട്ട് അത് പീരിയഡൈസ് ചെയ്തു. ഓക്കെ, സോ what did James Mill do? James Mill ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതി, ആൻഡ് ദെൻ അതിനെ ഡിവൈഡ് ചെയ്തു, പീരിയഡൈസ് ചെയ്തു, മുസ്ലിം, ഹിന്ദു ആൻഡ് ബ്രിട്ടീഷ് ഹിസ്റ്ററി ആയിട്ട്. ഓക്കെ, ബട്ട് ദെൻ ഈ ഹിസ്റ്ററി എഴുതിയതിൽ കുറേ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ് us see what the problems were. Okay, so Mill thought that civilization of Asian societies was lower than Europe. Okay, so മില്ലിൻ്റെ ബുക്കിൽ ഒരു തരത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ദാറ്റ് മീൻസ് ഡയറക്റ്റ്ലി എഴുതിയിട്ടില്ല, ബട്ട് ആ എഴുതിയേക്കുന്ന സ്റ്റൈലും അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് തോന്നും, ആൾക്കാർക്ക് തോന്നും ദാറ്റ് ഏഷ്യൻ സൊസൈറ്റീസ്, ഏഷ്യയിലാണ് ഇന്ത്യ വരുന്നത്. ഓക്കെ, സോ ഏഷ്യൻ സൊസൈറ്റീസിൽ നടക്കുന്ന സിവിലൈസേഷൻ യൂറോപ്പിനേക്കാളും കുറവാണ്. ദാറ്റ് ഏഷ്യൻസ് ഇച്ചിരൂടെ കുറവ് സിവിലൈസ്ഡാണ്. ഓക്കെ, മീൻസ് ഏഷ്യയിൽ കൂടുതൽ ടെക്നോളജി ഇല്ല, ആൾക്കാർക്ക് കൂടുതൽ പഠിത്തമില്ല, അങ്ങനെയൊക്കെ ഇച്ചിരി താഴ്ത്തിയാണ് ഏഷ്യൻ സൊസൈറ്റീസിനെ മീൻസ് ഇന്ത്യനെയൊക്കെ കാണിച്ചേക്കുന്നത്. ഓക്കെ, മീൻസ് ലോവർ ദാൻ യൂറോപ്പ്. ഓക്കെ, അങ്ങനെയാണ് ആ ബുക്കിൽ മിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ് ഇസ്, അക്കോർഡിംഗ് ടു ഹിം, ബിഫോർ ദ ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ, ഹിന്ദു ആൻഡ് മുസ്ലിം ഡെസ്പോട്സ് റൂൾഡ് ദ കൺട്രി. ഓക്കെ, സോ ആ ബുക്കിൽ ജെയിംസ് മിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ റൂൾ ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തായിരുന്നു, ഹിന്ദു ആൻഡ് മുസ്ലിം ഡെസ്പോട്സ് മീൻസ് ഹിന്ദു കിങ് അല്ലെങ്കിൽ മുസ്ലിം കിങ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യും, എന്നിട്ട് ആര് ജയിക്കും അവരുടെ റൂളായിരിക്കും ഇന്ത്യയിൽ നടക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഡെസ്പോട്സ് ഇന്ത്യയിൽ നടക്കുമായിരുന്നു, ആൻഡ് അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ റൂൾ നടക്കുന്നത്. അങ്ങനെയായിരുന്നു ജെയിംസ് മില്ലിൻ്റെ ബുക്കിൽ എഴുതിയേക്കുന്നത്. തേർഡ് is that religious intolerance, caste taboos and superstitious practices dominated social life. British rule could civilize India. Okay, so ജെയിംസ് മിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തുവായിരുന്നു, റിലീജിയസ് ഇൻടോളറൻസ് നടക്കുമായിരുന്നു. മീൻസ് ഹിന്ദു മുസ്ലിം അങ്ങനെ ഫൈറ്റ്സ് നടക്കുമായിരുന്നു. ആൻഡ് ദെൻ കാസ്റ്റ്, ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റിൻ്റെ താബൂസ് നടക്കുമായിരുന്നു, സൂപ്പർസ്റ്റീഷ്യസ് പ്രാക്ടീസസും നടക്കുമായിരുന്നു. ഓക്കെ, അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ഇന്ത്യൻസിന്. ആൻഡ് അങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ജീവിതം. ഓക്കെ, ബട്ട് ദെൻ ബ്രിട്ടീഷ് റൂളേഴ്സ് വന്നിട്ട് ഇന്ത്യനെ കുറച്ചുകൂടെ സിവിലൈസ് ആക്കി, കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ പോലൊരു ചിന്താഗതി കൊടുത്തു ഇന്ത്യൻസിന്. അങ്ങനെയാണ് ജെയിംസ് മിൽ ബുക്കിൽ എഴുതിയേക്കുന്നത്. ഫോർത്ത് തിങ് ഈസ് ദാറ്റ് മിൽ സജസ്റ്റഡ് ഇന്ത്യ വാസ് നോട്ട് കാപ്പബിൾ ഓഫ് പ്രോഗ്രസ് വിതൗട്ട് ബ്രിട്ടീഷ് ഹെൽപ്പ്. ആൻഡ് ദെൻ ജെയിംസ് മിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് ആ ബുക്കിൽ, ദാറ്റ് ബ്രിട്ടീഷേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻസ് ഇപ്പോഴും എന്തോ ഒന്നും അറിയാത്ത പോലത്തെ ഒരു ദേശമായിരുന്നേനെ. ഓക്കെ, ആൻഡ് ഇന്ത്യൻസിന് പുതിയ ടെക്നോളജി ഒന്നും അറിയത്തില്ലായിരുന്നേനെ ബ്രിട്ടീഷ് റൂളേഴ്സ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ. ഓക്കെ, സോ മിൽ എഴുതിയേക്കുന്നത് ദാറ്റ് ബ്രിട്ടീഷേഴ്സിൻ്റെ ഹെൽപ്പും കൊണ്ടാണ് ഇന്ത്യ ഇത്രയും പ്രോഗ്രസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ പ്രോബ്ലം എന്തായിരുന്നു, ദാറ്റ് ജെയിംസ് മില്ലിൻ്റെ ബുക്കിൽ ഇന്ത്യനെ യൂറോപ്പിനേക്കാളും താഴ്ത്തിയാണ് കാണിച്ചേക്കുന്നത്, ദാറ്റ് ഇന്ത്യയിൽ അത്രയ്ക്ക് സിവിലൈസേഷൻ ഇല്ല, അങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. സെക്കൻഡ് പോയിന്റ് ദാറ്റ് അക്കോർഡിംഗ് ടു ജെയിംസ് മിൽ എന്തായിരുന്നു, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ റൂൾ ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഹിന്ദു ആൻഡ് മുസ്ലിം കിങ്സ് എന്തായിരുന്നു, ഫൈറ്റ് ചെയ്യുമായിരുന്നു. ആൻഡ് ദെൻ ആര് ജയിക്കും അവരുടെ റൂളായിരുന്നു ഇന്ത്യയിൽ നടക്കുന്നത്. ഓക്കെ, സോ അതിനാണ് ഡെസ്പോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് പേര് ഫൈറ്റ് ചെയ്തിട്ട് ആര് ജയിക്കും അവരുടെ റൂൾ നടക്കുന്നതിനാണ് നമ്മൾ ഡെസ്പോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയായിരുന്നു ജെയിംസ് മില്ല് ബുക്കിൽ എഴുതിയേക്കുന്നത്. ആൻഡ് ദെൻ തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് ബ്രിട്ടീഷ് റൂളേഴ്സ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഇങ്ങനെ റിലീജിയസ് ഫൈറ്റ്സ് ഒത്തിരി നടക്കുമായിരുന്നു. കാസ്റ്റ് താബൂസ് മീൻസ് ഹയർ കാസ്റ്റ് ലോവർ കാസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ താബൂസ് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ അന്ധവിശ്വാസം കുറേ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഓക്കെ, ബട്ട് ദെൻ ബ്രിട്ടീഷ് റൂളേഴ്സ് വന്നു, ആൻഡ് ദെൻ കുറച്ചൊക്കെ പഠിത്തം ഒക്കെ കിട്ടി ഇന്ത്യൻസിന്. അങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സ് വന്നു കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ഇത്രയും പ്രോഗ്രസ് നടന്നതെന്നും ജെയിംസ് മില്ല് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സോ ഇതായിരുന്നു ജെയിംസ് മില്ല് ബുക്കിൻ്റെ ചില പ്രശ്നങ്ങൾ. ബിക്കോസ് ജെയിംസ് മിൽ ഇന്ത്യനെ കുറച്ച് താഴ്ത്തിയായിരുന്നു കാണിച്ചേക്കുന്നത്, ആൻഡ് ദാറ്റ് ബ്രിട്ടീഷേഴ്സിൻ്റെ ഹെൽപ്പും കൊണ്ടാണ് ഇന്ത്യ ഇത്രയും പ്രോഗ്രസ് ചെയ്തതെന്നും ജെയിംസ് മിൽ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ്സ് വൈ അതായിരുന്നു മെയിൻ പ്രോബ്ലം ആ ബുക്കിൻ്റെ. ഓക്കെ,
സോ ആ ബുക്കിൽ ഇന്ത്യയിൽ വന്ന ഫുൾ പ്രോഗ്രസ്സും എല്ലാ സിവിലൈസേഷൻ്റെയും ക്രെഡിറ്റ് ബ്രിട്ടീഷ് റൂളേഴ്സിനായിരുന്നു കിട്ടിയത്. ഓക്കെ, ആൻഡ് ദെൻ ബ്രിട്ടീഷ് റൂൾ വരുന്നതിന് മുമ്പിലത്തെ ആ ഇന്ത്യയുടെ ഒരു കാലം ഫുൾ ഡാർക്ക്നെസ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ദിസ് ഐഡിയ ഓഫ് ഹിസ്റ്ററി ബ്രിട്ടീഷ് റൂൾ റിപ്രസെൻറ്റഡ് ഓൾ ദ ഫോഴ്സസ് ഓഫ് പ്രോഗ്രസ് ആൻഡ് സിവിലൈസേഷൻ. ദ പീരിയഡ് ബിഫോർ ബ്രിട്ടീഷ് റൂൾ വാസ് വൺ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, സോ ഇന്ത്യനെ താഴ്ത്തി കാണിച്ചേക്കുക എല്ലാ ആസ്പെക്റ്റിലും. അതാണ് ആൻഡ് ബ്രിട്ടീഷ് റൂളേഴ്സിനെ ഇച്ചിരി പൊക്കി കാണിച്ചേക്കുക. അതാണ് ആ ബുക്കിലെ ഡ്രോബാക്സ്. ഓക്കെ, ഓൾസോ അതിൽ ഒരു ഡ്രോബാക്കും കൊണ്ടുണ്ടായിരുന്നു, ദാറ്റ് ഇൻ എനി കേസ് ക്യാൻ ബി റെഫർ ടു എനി പീരിയഡ് ഓഫ് ഹിസ്റ്ററി ആസ് ഹിന്ദു ഓർ മുസ്ലിം. ഓക്കെ, സോ ജെയിംസ് മില്ല് 3 ബുക്ക് എഴുതിയായിരുന്നു, വൺ ഓൺ ലൈക്ക് ഐ ടോൾഡ് യു, ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. ഓക്കെ, ആൻഡ് ദെൻ അതിനെ പീരിയഡൈസ് ചെയ്ത ഹിന്ദുസിൻ്റെ രാജ്യം നടക്കുമ്പോൾ അതിനെ ഹിന്ദു എന്ന് പീരിയഡൈസ് ചെയ്തു, ആൻഡ് ദെൻ മുഗൾസിൻ്റെ റൂൾ നടന്നപ്പോൾ മുസ്ലിം, ആൻഡ് ദെൻ ബ്രിട്ടീഷേഴ്സിൻ്റെ റൂൾ വന്നപ്പോൾ ബ്രിട്ടീഷ് എന്നും അങ്ങനെ പീരിയഡൈസ് ചെയ്തിട്ടാണ് ബുക്ക് എഴുതിയേക്കുന്നത്. ബട്ട് ദെൻ അത് തെറ്റല്ലേ, ബിക്കോസ് ഇന്ത്യയിൽ ഒത്തിരി കാലങ്ങളായിട്ട് തന്നെ ഇന്ത്യയിൽ കുറേ റിലീജിയൻസ് ഉണ്ട്, ലൈക്ക് ബുദ്ധിസം, ജൈനിസം ആൻഡ് ദെൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാം ഇന്ത്യയിൽ, എല്ലാ റിലീജിയൻസും ഇന്ത്യയിലുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഹിന്ദു, മുസ്ലിം ആൻഡ് ദെൻ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ് പീരിയഡൈസ് ചെയ്ത് ബുക്സ് ഉണ്ടാക്കുന്നത് തന്നെ ഒരു തെറ്റായിരുന്നു. ഓക്കെ, സോ ജെയിംസ് മിൽ എന്തുവാണ് ചെയ്തത്, ദാറ്റ് ആ ഒരു ഇയറിൽ, ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ഏത് കിങ് ആയിരുന്നു റൂൾ ചെയ്യുന്നത് ആ കിങ്ങിൻ്റെ റിലീജിയൻ വെച്ചായിരുന്നു പീരിയഡൈസ് ചെയ്തത്. സോ ദാറ്റ് ഈസ് വെരി റോങ്, ബിക്കോസ് ആ സമയത്ത് ഇന്ത്യയിൽ കുറേ സിഖ്സ് ഉണ്ടായിരുന്നു, കുറേ ജൈനിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, കുറേ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ റിലീജിയൻസിലെ ആൾക്കാരുണ്ടായിരുന്നു. സോ അങ്ങനെ ഹിന്ദു, മുസ്ലിം, മുഗൾസ് അങ്ങനെ ആയിട്ട് പീരിയഡൈസ് ചെയ്തിട്ട് ബുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ തന്നെ ഒരു തെറ്റായിരുന്നു. ഓക്കെ, ടു ഡു ഇസ് ടു സജസ്റ്റ് ദാറ്റ് ദ ലൈവ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദി അതേഴ്സ് ഡു നോട്ട് റിയലി മാറ്റർ. വി ഷുഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് ഈവൻ റൂളേഴ്സ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ ഡിഡ് നോട്ട് ഓൾ ഷെയർ the same faith. Okay, സോ ഇങ്ങനെ കിങ്ങിൻ്റെ റിലീജിയൻ വെച്ച് മാത്രം ഇങ്ങനെ ബുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്തുവാ, ഇറ്റ് മീൻസ് ദാറ്റ് ഇന്ത്യയിലെ ബാക്കി ആൾക്കാരുടെ ലൈഫ്സ്, ബാക്കി ആൾക്കാരുടെ ഫെയ്ത്ത്, ബാക്കി ആൾക്കാരുടെ റിലീജിയൻ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് റൂളേഴ്സ്, ആ സമയത്ത് കിങ്സ് ആരായിരുന്നു അവരുടെ ലൈഫ് മാത്രമാണ് മാറ്റർ ചെയ്തതെന്നാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഒത്തിരി റോങ് ആയിരുന്നു. ഓക്കെ, ഈവൻ ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ എല്ലാ റൂളേഴ്സും എല്ലാ കിങ്സും സെയിം റിലീജിയനിലെ അല്ലായിരുന്നു, വേറെ വേറെ റിലീജിയൻസ് ഫോളോ ചെയ്യുന്ന കിങ്സ് ആൻഡ് റൂളേഴ്സും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഹിന്ദു, മുസ്ലിം ആൻഡ് ദെൻ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ് അതിനെ പീരിയഡൈസ് ചെയ്യുന്നത് തന്നെ റോങ് ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ മോർ ഡ്രോബാക്ക് ഇൻ ജെയിംസ് മിൽസ് ബുക്സ്. ഓക്കെ, സോ ജെയിംസ് മില്ലിൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഒരു തരത്തിൽ തെറ്റായിരുന്നു. ഓക്കെ, റോങ് ആയിരുന്നു. ബട്ട് വാട്ട് ഈസ് ദ ട്രൂത്ത്, സത്യം എന്തുവാ? നൗ ദ ട്രൂത്ത് ഈസ് ദാറ്റ്, സത്യം ഇതാ, ദാറ്റ് ബ്രിട്ടീഷ് റൂളിൻ്റെ അടിമയായിട്ടിരുന്ന സമയത്ത് ആർക്കും ഈക്വാലിറ്റി ഇല്ലായിരുന്നു, ഫ്രീഡം ഇല്ലായിരുന്നു ആൻഡ് ലിബർട്ടി ഇല്ലായിരുന്നു. ഓക്കെ, സോ ബ്രിട്ടീഷ് റൂളിന് മുമ്പ് ഇന്ത്യയിൽ എല്ലാ റിലീജിയൻസും ഹാപ്പിലി ആയിരുന്നു ജീവിക്കുന്നത്. ഓക്കെ, കുറച്ചൊക്കെ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു, വാർസ് ഉണ്ടായിരുന്നു, ബട്ട് അതൊക്കെ അങ്ങ് നിൽക്കുമായിരുന്നു, അതിന് എല്ലാവരും ഒന്നായിട്ടായിരുന്നു ജീവിക്കുന്നത്. ബട്ട് ദെൻ ബ്രിട്ടീഷ് റൂൾ വന്നു കഴിഞ്ഞപ്പം ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ബ്രിട്ടീഷ് റൂളേഴ്സ് എന്തായിരുന്നു ചെയ്യുന്നത്, എല്ലാവരെയും അടിച്ച് അടിമയാക്കി റൂൾ ചെയ്യുമായിരുന്നു അവരുടെ പുറത്ത്. ഓക്കെ, സോ ആർക്കും ഒരു ഈക്വാലിറ്റി ഇല്ലായിരുന്നു, ഫ്രീഡം ഇല്ലായിരുന്നു, ലിബർട്ടിയും ഇല്ലായിരുന്നു. ഓക്കെ, നോർ വാസ് ദ പീരിയഡ് വൺ ഓഫ് ദി ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. ഓക്കെ, ആ സമയത്ത് ഈ ജെയിംസ് മിൽ ബുക്കിൽ എഴുതിയ പോലെ ഒരു പ്രോഗ്രസ്സോ ഇക്കണോമിക് ഗ്രോത്തോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ബിക്കോസ് എല്ലാവരെയും ആർക്കും ഫ്രീഡം ഇല്ലായിരുന്നു, ആർക്കും പഠിക്കാൻ സമ്മതിച്ചില്ല ആരെയും. ഓക്കെ, ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ഒന്നും ഇല്ലായിരുന്നു, എല്ലാം നിന്നു പോയായിരുന്നു, ബിക്കോസ് ആർക്കും ഫ്രീഡം ഇല്ലായിരുന്നു, ആർക്കും ഒരു പ്രോഗ്രസ് ചെയ്യാനും ചാൻസ് കൊടുക്കുന്നില്ലായിരുന്നു ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, മെനി ഹിസ്റ്റോറിയൻസ് ദെയർഫോർ റെഫർ ടു ദിസ് പീരിയഡ് ആസ് കൊളോണിയൽ. ഓക്കെ, ദാറ്റ്സ് വൈ നമ്മൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ നോക്കുമ്പോൾ ബ്രിട്ടീഷ് റൂൾ നടന്ന ആ കാലം കൊളോണിയൽ പീരിയഡ് എന്നാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻസ് പഠിക്കാൻ തുടങ്ങി, ഇന്ത്യൻസിന് ഹിസ്റ്ററി എഴുതാൻ അറിഞ്ഞു, ഇന്ത്യൻസ് എങ്ങനെയാണ് വായിക്കുന്നത് അതൊക്കെ പഠിച്ചു. ആൻഡ് ദെൻ ഹിസ്റ്ററി ഇന്ത്യൻസ് എഴുതിയപ്പം ഇന്ത്യൻസ് ആ പീരിയഡിനെ എങ്ങനെ കൊളോണിയൽ പീരിയഡ് എന്ന് പറഞ്ഞാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ദെൻ ഈ കൊളോണിയൽ പീരിയഡ് എന്തുവാണ്, ലെറ്റ് us see. സോ കോളനൈസേഷൻ ഓർ കൊളോണിയൽ മീൻസ് ഒരു പവർഫുൾ കൺട്രി, ഓക്കെ, ഒരു പവർഫുൾ കൺട്രി വന്ന് വേറൊരു കൺട്രീനെ ക്യാപ്ചർ ചെയ്ത് അവരെ അടിമയാക്കി വെക്കുക. ആൻഡ് ദെൻ അവിടെ ആ ക്യാപ്ചർ ചെയ്ത കൺട്രി എന്തോ അവിടെ പൊളിറ്റിക്കൽ ചേഞ്ചസ്, ഇക്കണോമിക് ചേഞ്ചസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരിക. ദെൻ അതിനെന്തോ പറയുന്നത് കോളനൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നു, ആൻഡ് ദെൻ ബ്രിട്ടീഷേഴ്സ് അപ്പോൾ പവർഫുൾ ആയിരുന്നു. സോ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ആൾക്കാരെ അടിമയാക്കി വെച്ചു. ആൻഡ് ദെൻ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇഷ്ടം പോലെ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ചേഞ്ചസ്, ഇക്കണോമിക് ചേഞ്ചസ്, സോഷ്യൽ കൾച്ചറൽ ചേഞ്ചസ് ഇതൊക്കെ കൊണ്ടുവന്നു. സോ അതെന്തുവാ, ബ്രിട്ടീഷേഴ്സ് കോളനൈസേഴ്സ് ആണ്, ആൻഡ് ദെൻ നമ്മൾ എന്തുവാ, കോളനീസ് ആയിരുന്നു ആ സമയത്ത്. ഓക്കെ, ആൻഡ് ദെൻ ബ്രിട്ടീഷേഴ്സ് നമ്മുടെ മേൽ എന്തോ കോളനൈസേഷൻ ആണ് ചെയ്തത്. സോ ആ പ്രോസസ്സിനെയാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പവർഫുൾ കൺട്രി വേറൊരു കൺട്രിയിൽ വന്നിട്ട് അവിടെ ക്യാപ്ചർ ചെയ്യുക ആ കൺട്രീനെ, ആൻഡ് ദെൻ അവിടെ പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും അവരുടെ ഇഷ്ടം അനുസരിച്ച്. സോ അതിനാണ് പറയുന്നത് കോളനൈസേഷൻ എന്ന്. ഓക്കെ, സോ ബ്രിട്ടീഷേഴ്സ് ആ സമയത്ത് ഇന്ത്യയിൽ വന്ന് റൂൾ ചെയ്തു, ആൻഡ് ദെൻ ഇന്ത്യയിൽ അവരുടെ ഇഷ്ടപ്രകാരം പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ആ ഒരു കാലത്തെ നമ്മൾ കൊളോണിയൽ പീരിയഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നൗ ലെറ്റ് us get back. ഓക്കെ, സോ നമ്മളിപ്പോൾ സത്യം പറഞ്ഞു, ആൻഡ് ദെൻ നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്.
സോ ജെയിംസ് മിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്തത് ഹിന്ദു മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ടാണ് അഡ്രസ്സ് ചെയ്തത്. ഓക്കെ, ബട്ട് അത് തെറ്റായിരുന്നു, അത് റോങ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ റൈറ്റ് വേയിൽ നമ്മൾ എങ്ങനെ ഹിസ്റ്ററി വായിക്കുന്നത്, ഇന്ത്യയുടെ ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡൈവൽ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഹിസ്റ്ററി. ഓക്കെ, ആൻഡ് ഈ സിസ്റ്റം ഓഫ് ഹിസ്റ്ററി ഇന്ത്യയിൽ മാത്രമല്ല ഫോളോ ചെയ്യുന്ന കുറേ കൺട്രീസിൽ, കുറേ വേൾഡിൽ കുറേ സ്ഥലത്ത് ഈ ഹിസ്റ്ററിയുടെ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഹിസ്റ്ററി പഠിക്കാൻ. ഓക്കെ, സോ മോഡേൺ ഹിസ്റ്ററി എപ്പോഴാണ്? 1947 നമുക്ക് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞ്, ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ലിബർട്ടി അതൊക്കെ ഇന്ത്യയിൽ വന്നു. ഓക്കെ, എല്ലാവർക്കും ഈക്വാളിറ്റി കിട്ടാൻ തുടങ്ങി. അതിനാണ് നമ്മൾ മോഡേൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കംസ് മിഡീവിയൽ ഹിസ്റ്ററി. ഓക്കെ, മിഡൈവൽ ഹിസ്റ്ററിയിൽ എന്തുവാ സംഭവിച്ചത്? ദാറ്റ് ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ലായിരുന്നു, ഈക്വാളിറ്റി ഇല്ലായിരുന്നു, റൂളൊക്കെ നടക്കുമായിരുന്നു, കിങ്ഡംസ് ഉണ്ടായിരുന്നു, കിങ്സ് ഉണ്ടായിരുന്നു. ആ സമയമൊക്കെയാണ് മിഡൈവൽ ഹിസ്റ്ററി. ഓക്കെ, ബട്ട് ദെൻ അത് അത്രയ്ക്കും ഫാസ്റ്റ് അല്ല. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ടെക്നോളജി ഉണ്ടായിരുന്നു, മെഷീൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഏൻഷ്യൻ ഹിസ്റ്ററി വരുമ്പോൾ എങ്ങനെ? ഏൻഷ്യൻ ഹിസ്റ്ററി വരുമ്പം ആ സമയത്ത് ഇന്ത്യയിൽ മെഷീൻസ് ഇല്ലായിരുന്നു, ഒന്നും ടെക്നോളജി ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ആർക്കും ഒന്നും എഴുതാനും വായിക്കാനും ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, സോ മിഡൈവൽ ഹിസ്റ്ററി മോഡേണും അല്ല ആൻഡ് ദെൻ ഏൻഷ്യൻറ്റും അല്ല, അതിൻ്റെ എല്ലാം ഇടയ്ക്കാണ് മിഡൈവൽ ഹിസ്റ്ററി. So it is a periodization that is borrowed from the West, where the modern period was associated with the growth of all the forces of modern. Okay, so നമ്മൾ ഈ ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡൈവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു പീരിയഡൈസേഷനിൽ ഇത് നമ്മൾ വെസ്റ്റ് മീൻസ് വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അവിടെ അവരും എന്താണ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡൈവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. മോഡേൺ ഹിസ്റ്ററി എന്ന് വെച്ചാൽ മോഡേൺ ഹിസ്റ്ററിയിൽ നമ്മൾ സയൻസ് യൂസ് ചെയ്തു, റീസണിങ് യൂസ് ചെയ്തു, ഡെമോക്രസി യൂസ് ചെയ്തു, ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ മിഡൈവൽ ഹിസ്റ്ററിയിൽ ഇതൊന്നും ഇല്ലായിരുന്നു, ബട്ട് ദെൻ ടെക്നോളജി ഒക്കെ ഉണ്ടായിരുന്നു, അത്രയ്ക്കും ഏൻഷ്യൻ്റ് അല്ലായിരുന്നു. ആൻഡ് ദെൻ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഒരു ടെക്നോളജി ഇല്ലായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ഏൻഷ്യൻറ്റ് പാസ്റ്റ്. ഓക്കെ, സോ നൗ ലെറ്റ് us മൂവ് ഓൺ. ഓക്കെ, ബിഫോർ മൂവിങ് ഓൺ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് റിട്ടൺ ബൈ എ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആ ബുക്ക്, ഓക്കെ, 3 വോള്യൂമിൻ്റെ ബുക്ക് വണ്ണമുള്ള അത് ആരായിരുന്നു എഴുതിയിരിക്കുന്നത്? ഐ ഗിവ് യു ടൈം. ഇഫ് യു ക്യാൻ റിമെമ്പർ യു ക്യാൻ കമൻറ്റ് ഡൗൺ ബിലോ നിങ്ങളുടെ ആൻസർ എന്തുവാണ്, ആൻഡ് ദെൻ ആഫ്റ്റർ ലൈക്ക് 5 seconds I'll tell you the answer. Okay, so the answer is option number B, James Mill. Okay, so now let us go to the next topic. So what is colonial in the meaning and already parnyo, so let us move on. Okay, so what is the most important source of the British administration and why? Okay, സോ ഇപ്പം നിങ്ങളോട് പറയുക ദാറ്റ് ഇന്ത്യയുടെ ലാസ്റ്റ് 250 ഇയേഴ്സിൻ്റെ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് എഴുതണം. ഓക്കെ, സോ ഹിസ്റ്ററി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സോഴ്സ് വേണം, റൈറ്റ്? എന്തെങ്കിലുമൊക്കെ സോഴ്സ് വേണം ഫ്രം വിച്ച് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്ത്യയിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ച് ലാസ്റ്റ് 250 ഇയേഴ്സിൽ. ഓക്കെ, സോ അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്തുവാണ്? ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, ഒഫീഷ്യൽ റെക്കോർഡ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ദി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് റൂൾ ചെയ്ത സമയത്ത് അവർ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അവർ എന്ത് ചെയ്താലും അതിനെ എഴുതി വെക്കുമായിരുന്നു. ഓക്കെ, സോ ഒഫീഷ്യൽ റെക്കോർഡ്സ്, എല്ലാ കാര്യത്തിൻ്റെയും ഒഫീഷ്യൽ റെക്കോർഡ്സ് അവർ ഉണ്ടാക്കുമായിരുന്നു ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ യു. ഒരു തരത്തിൽ നമ്മൾ നോക്കിയാൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ റൂൾ ചെയ്തു. ഓക്കെ, റൂൾ ചെയ്തു, ആർക്കും ഫ്രീഡം കൊടുത്തില്ല, അതൊക്കെ തെറ്റാണ്. ബട്ട് ദെൻ ബ്രിട്ടീഷേഴ്സ് എന്തുവാ എല്ലാ കാര്യത്തിനെയും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുമായിരുന്നു അവർ. മീൻസ് ഒരു ലെറ്റർ പോലും ഒരു കിങ്ങിൽ നിന്ന് വേറെ കിങ്ഡമിലോട്ട് അല്ലെങ്കിൽ ഒരു കിങ് വേറൊരു കിങ്ങിന് ലെറ്റർ അയച്ചു, അതുവരെ അവരെന്തുവാ എഴുതി വെക്കുമായിരുന്നു. ദാറ്റ് ഈ സമയത്ത് ഈ കിങ് ആ കിങ്ങിൻ്റെ അടുത്തോട്ട് ഒരു ലെറ്റർ അയച്ചു. ഓക്കെ, സോ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് വേണ്ടി. ഓക്കെ, ബിക്കോസ് ഇപ്പം നമ്മൾ അതൊക്കെ വായിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് മനസ്സിലാവും ദാറ്റ് അവരെന്തോ ഐഡിയ കൊടുത്തിട്ടാണ് അത് ചെയ്തത്. ഓക്കെ, എല്ലാ കാര്യത്തിനും ഒരു സോഴ്സ് നമുക്ക് കിട്ടും. പാസ്റ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, നമുക്ക് ഒത്തിരി ചെകഞ്ഞ് വാരി തപ്പേണ്ട ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് അവരെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചു. സോ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ മീൻസ് ബ്രിട്ടീഷേഴ്സ് റൂൾ ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്തുവാണ് നമ്മുടെ അടുത്ത്? അതാണ് അവരെഴുതിയ ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, സോ അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ എഴുതി വെച്ചത്? എല്ലാ കാര്യവും അവരെന്തിനാണ് എഴുതി വെച്ചത്? ബിക്കോസ് ദ ബ്രിട്ടീഷ് ബിലീവ് ദാറ്റ് ദി ആക്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അവരുടെ ഒരു ബിലീഫായത് ദാറ്റ് എല്ലാ കാര്യവും അവർ എഴുതി വെക്കണം. ഓക്കെ, അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ബിലീവാണിത്. ഓക്കെ, എന്ത് നടന്നാലും ഒരു ഇൻസ്ട്രക്ഷൻ, പ്ലാൻ, പോളിസി, ഡിസിഷൻ, അഗ്രിമെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ എന്ത് നടന്നാലും അതൊക്കെ എഴുതി വെക്കണം, അതിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടാവണം. അത് അവർക്കൊരു വാശിയാണ്. ഓക്കെ, അവരുടെ ഒരു അത് ആവശ്യമാണ്. ഓക്കെ, ദിസ് കൺവിക്ഷൻ പ്രൊഡ്യൂസ്ഡ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ഓഫ് മെമോസ്, നോട്ടിങ്സ് ആൻഡ് റിപ്പോർട്ട്സ്. സോ അവരിപ്പോൾ ഒരു മീറ്റിംഗ് ചെയ്താലും 4 കിങ്സ്, 4 രാജാവ് അവർ ഇരുന്നൊരു മീറ്റിംഗ് ചെയ്തു. ഓക്കെ, അതിൻ്റെ വരെ റെക്കോർഡ്, ആ മീറ്റിങ്ങിൽ എന്തൊക്കെ സംസാരിച്ചു, അതിന് എന്തൊക്കെ ഡിസിഷൻസ് എടുത്തു, അതിൻ്റെ ഒക്കെ റെക്കോർഡ് അതൊക്കെ എഴുതി അവർ വെക്കുമായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് മെമോസ് കിട്ടി, നോട്ടിങ്സ് കിട്ടി, റിപ്പോർട്ട്സ് കിട്ടി, അതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, എല്ലാത്തിൻ്റെയും റിപ്പോർട്ട്സ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ,
സോ ഈ ബ്രിട്ടീഷേഴ്സിന് ഈ റെക്കോർഡ് എഴുതുന്നതിലൊക്കെ ഒത്തിരി വിശ്വാസമായിരുന്നു. ഓക്കെ, സോ അവരെന്ത് ചെയ്യുമായിരുന്നു, ദാറ്റ് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ലൈക്ക് എല്ലാ അഡ്മിനിസ്ട്രേഷൻ കോർട്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസായി എല്ലായിടത്തും ഒരു റൂം, ഒരു സെപ്പറേറ്റ് റൂം കാണും ആ ഓഫീസിനോട് അറ്റാച്ച് ആയിട്ട്. അവരവിടെ എന്തുവാ സ്റ്റോർ ചെയ്യുന്നത്, എല്ലാ റെക്കോർഡ്സും അവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതെന്തുവാണെന്നറിയാം, വില്ലേജസിലെ ഗാവുകൾ, വില്ലേജസിൽ തെഹസിൽദാർ എന്ന് പറഞ്ഞ ഒരാൾ കാണും. ഓക്കെ, തെഹസിൽദാർ മീൻസ് ആ വില്ലേജിലെ ഏറ്റവും ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുടെ ആണ് നമ്മൾ തെഹസിൽദാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ തെഹസിൽദാറിൻ്റെ ഓഫീസ് കാണും. ആ ഓഫീസിൽ തന്നെ ഇങ്ങനെ അറ്റാച്ച് ആയിട്ടൊരു റൂം കാണും. ഓക്കെ, അവിടെ അവർ ആ വില്ലേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കും. ഓക്കെ, അങ്ങനെ തന്നെ ഓക്കെ, ഇതായി തെഹസിൽദാറിൻ്റെ ഓഫീസ്. ഓക്കെ, അങ്ങനെ തന്നെ കളക്ട്രേറ്റിൻ്റെ ഓഫീസ്, കളക്ട്രേറ്റിൻ്റെ ഓഫീസിലും അവിടെയും ഒരു സെപ്പറേറ്റ് റൂം കാണും. കമ്മീഷണറുടെ ഓഫീസിലും ഒരു സെപ്പറേറ്റ് റൂം കാണും. ദ പ്രൊവിൻഷ്യൽ സെക്രട്ടേറിയറ്റ്സ്. ഓക്കെ, സോ പ്രൊവിൻഷ്യൽ മീൻസ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, വേറെ വേറെ സ്റ്റേറ്റ്സ് ഉണ്ട്. ബട്ട് ബ്രിട്ടീഷ് റൂൾ നടന്ന സമയത്ത് പ്രൊവിൻസ് ആയിരുന്നു, ഓരോ പ്രൊവിൻസ്. ഓക്കെ, സോ എല്ലാ പ്രൊവിൻസിലും എന്തോ ഒരു റൂം കാണും. അവിടെ എന്തൊക്കെയാ പ്രൊവിൻഷ്യൽ സെക്രട്ടേറിയറ്റ്സിൻ്റെ ഒരു റൂം കാണും. അവിടെ എല്ലാ റെക്കോർഡ്സും കാണും. ഓക്കെ, ആൻഡ് ദെൻ ലോ കോർട്സ്. ഓക്കെ, ഓൾ ഹാഡ് ദ റെക്കോർഡ് റൂംസ്. എല്ലാ സ്ഥലത്തും ഒരു റെക്കോർഡ് റൂം കാണും. ഓക്കെ, എല്ലാ റെക്കോർഡ്സും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. ആൻഡ് ദെൻ ബ്രിട്ടീഷേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ 250 ഇയേഴ്സ് വരെയൊക്കെ റൂൾ ചെയ്തായിരുന്നു. ഓക്കെ, സോ ഈ കുഞ്ഞു കുഞ്ഞു റൂമിൽ ഈ റെക്കോർഡൊക്കെ വെക്കാന്ന് വെച്ചാൽ ആ റൂം ഫുൾ അങ്ങ് നിറയുമായിരുന്നു. ഓക്കെ, സോ അത്രയും റെക്കോർഡ്സ് കൂടി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, അവർ സ്പെഷ്യലൈസ്ഡ് ബിൽഡിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ലൈക്ക് മ്യൂസിയംസ് ആയി, അല്ലെങ്കിൽ ഇങ്ങനെ റെക്കോർഡ്സ് മാത്രം സേവ് ചെയ്ത് വെക്കാൻ, കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി അവർ ബിൽഡിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, സോ അവർ ആർച്ചേഴ്സ്, മ്യൂസിയംസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, സോ ദാറ്റ് അവർ ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, നൗ സോ അവർക്ക് വേണ്ടി റെക്കോർഡ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബ്രിട്ടീഷേഴ്സിന് വേണ്ടി. ഓക്കെ, സോ ഇപ്പോഴും പാസ്റ്റിൽ മീൻസ് ഏർലി 19th സെഞ്ചുറിയിൽ ഒരു കിങ് വേറെ കിങ്ങിന് അയച്ച ലെറ്ററോ എന്തായാലും അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഇപ്പോഴും വായിക്കാം. നമ്മളിപ്പോൾ തപ്പിയാലും നമുക്ക് കിട്ടും. ഓക്കെ, അതിപ്പോഴും ആർച്ചിവ്സിൽ ഉണ്ട്. ഓക്കെ, സോ ആ സമയത്ത് ആ കാലത്ത് ലെറ്റേഴ്സ് ആൻഡ് മെമ്മോസ്, ഒരു കിങ്ങിൽ നിന്ന് വേറെ കിങ്ങിൻ്റെ കയ്യിലോട്ട് പോയത്, അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് വേറെ വില്ലേജിലോട്ട് പോയ ലെറ്റേഴ്സ്, എന്തായാലും അതിൻ്റെ ഒരു കോപ്പി ഇപ്പോഴും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, one can also study the notes and reports that district officials prepared. Okay, so ഇപ്പോഴും നമുക്ക് നോട്ട്സും റിപ്പോർട്ട്സും ഒക്കെ വായിക്കാം. ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസ് ഉണ്ടാക്കി ആ സമയത്ത് ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസ് ഉണ്ടാക്കിയ നോട്ട്സും റിപ്പോർട്ട്സും ഇൻസ്ട്രക്ഷൻസും ഡയറക്റ്റീവ്സും എല്ലാം നമുക്ക് ഇപ്പോഴും വായിക്കാം, ബിക്കോസ് അവർ എല്ലാത്തിൻ്റെ ഒരു റെക്കോർഡ് വെക്കുമായിരുന്നു. ഓക്കെ, ബട്ട് ദെൻ മിഡ് 19th സെഞ്ചുറി വന്നപ്പം ഈ റെക്കോർഡ് വെക്കുന്ന ഈ ഒരു ടെക്നീക്കും ചേഞ്ചസ് വന്നു ആ ടെക്നീക്സിലും. ഓക്കെ, ബിക്കോസ് 19th സെഞ്ചുറിയുടെ മുമ്പ് വരെ എന്തുമായിരുന്നു, റെക്കോർഡ് എങ്ങനെയായിരുന്നു. ഓക്കെ, സോ ഏർലി ഇയേഴ്സ് ഓഫ് 19th സെഞ്ചുറിയിൽ ഇന്ത്യയിൽ കാലിഗ്രാഫിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ കാലിഗ്രാഫിസ്റ്റ് ആരാ, അവരുടെ എന്തുവാ ഒത്തിരി ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആണ് അവരുടെ. ഓക്കെ, സോ ആ സമയത്തൊന്നും പ്രിൻറ്റിങ്ങോ അതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, പ്രിൻറ്റിങ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രിൻറ്റ് ചെയ്തെടുക്കുക ആ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. സോ അവരെന്തായിരുന്നു ചെയ്യുന്നത്, കാലിഗ്രാഫിസ്റ്റിനെ വിളിക്കുമായിരുന്നു. അവരുടെ ഒത്തിരി ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആയതുകൊണ്ട് അവർ എല്ലാ ലെറ്ററിൻ്റെയും ഒക്കെ ഒരു കോപ്പി അവർ തന്നെ എഴുതി അങ്ങ് ഉണ്ടാക്കി വെക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ പേര് എഴുതി, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ആരെങ്കിലും SST എന്ന് എഴുതി. ഓക്കെ, SST എന്ന് എഴുതി. സോ കാലിഗ്രാഫിസ്റ്റ് വന്ന് അതിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതി ഒരു റെക്കോർഡ് ഉണ്ടാക്കി വെക്കും. അതാണ് കാലിഗ്രാഫിസ്റ്റിൻ്റെ വർക്ക്. ഓക്കെ, ബട്ട് ദെൻ 1850s മീൻസ് മിഡ് 19th സെഞ്ചുറി ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രിൻറ്റിംഗ് തുടങ്ങി. ഓക്കെ, പ്രിൻറ്റിംഗ് ടെക്നോളജി ഒക്കെ വന്നു. ആൻഡ് ദെൻ ഈ കാലിഗ്രാഫിസ്റ്റ് ഇത് 1 മണിക്കൂർ ചെയ്യുവാണെങ്കിൽ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് അരമണിക്കൂർ കഴിയും. അത്രയും സ്പീഡായി. സോ കാലിഗ്രാഫിസ്റ്റ് പയ്യെ മാറി ഇപ്പം പ്രിൻറ്റിംഗ് ഒക്കെ തുടങ്ങി. ഓക്കെ, സോ മിഡ് 19th സെഞ്ചുറി കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ റെക്കോർഡ്സും പ്രിൻ്റ് ആയിരുന്നു ചെയ്യിപ്പിക്കുന്നത്. So now, before moving on, we have 2 questions. Okay. The first question is, the word calligrapher means. Calligrapher ന്റെ meaning എന്തുവാണ്? Option A, specialized in the art of painting. No. Art of music. No. Now you have to tell me which is the right answer. Okay, I'll give you 3 seconds. You can comment down below. Okay, so calligrapher means അവരുടെ ഒത്തിരി ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്, അവരുടെ ആർട്ട് എന്തോ കല എന്തോ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, സോ ഇത് ഓപ്ഷൻ സി, വൺ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദി ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. ഓക്കെ, ഓപ്ഷൻ സി. Now let us go to the second question. Second question is, census operations are held. So I will give you 3 seconds to answer. Okay, census operation ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ബട്ട് ഐ ഗിവ് യു ദി ആൻസർ. അത് നമ്മൾ ഇൻ ചാപ്റ്റർ മുമ്പോട്ടാണ് വായിക്കുന്നതിനെക്കുറിച്ച്. സോ ജസ്റ്റ് വെയിറ്റ് ടിൽ ദാറ്റ്. ഓക്കെ, ബട്ട് ലെറ്റ് മീ ടെൽ യു ദി ആൻസർ ഇസ് എവറി 10 years. ഓക്കെ, സോ സെൻസസ് ഓപ്പറേഷൻ എവറി 10 yearsലാണ് നടക്കുന്നത്. ഓക്കെ, ബട്ട് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പോട്ടാണ് വായിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ. സോ വൈ വേർ സർവേസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കൊളോണിയൽ ഇന്ത്യ? സോ ബ്രിട്ടീഷേഴ്സിൻ്റെ റൂൾ നടന്ന സമയത്ത് സർവേസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സർവേ? സർവേ മീൻസ് നിങ്ങളിപ്പം
ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ, ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ട്, ഓക്കെ, എല്ലാവരുടെയും നിങ്ങൾക്ക് അറിയത്തില്ല ദാറ്റ് നിങ്ങൾ എന്ത് കുക്ക് ചെയ്യണം രാത്രി, ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരോടും ചോദിച്ചു ദാറ്റ് അവർക്ക് എന്തുവാ കഴിക്കേണ്ടത്, ആർക്കോ റോട്ടി കഴിക്കണം, ആർക്കോ റൈസ് കഴിക്കണം, ഓക്കെ. സോ നിങ്ങൾ എല്ലാവരോടും ചോദിച്ചു, ആൻഡ് ദെൻ മാക്സിമം വോട്ട് ആർക്കാ വരുന്നത് അത് നിങ്ങൾ കുക്ക് ചെയ്യുക. സോ അതിനാണ് നിങ്ങൾ സർവേ എന്ന് പറയുന്നത്. എല്ലാവരോടും ഒന്നൊന്നായിട്ട് ഒപ്പീനിയൻസ് ചോദിക്കുക, അതിനാണ് സർവേ എന്ന് പറയുന്നത്, ഓക്കെ. ആൻഡ് ദെൻ സർവേയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിന് നമ്മൾ എന്താ പറയുന്നത്, ഡേറ്റ എന്നാണ് നമ്മൾ പറയുന്നത്, ഓക്കെ. സോ ഈ സർവേ കൊളോണിയൽ ഇന്ത്യയിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഓക്കെ. അതെന്തായിരുന്നു നോക്കാം. സോ ബ്രിട്ടീഷേഴ്സ് ഇങ്ങനെ തന്നെ എന്തായിരുന്നു, ഇന്ത്യയിലെ എല്ലാവരോടും ചോദിക്കുമായിരുന്നു ദാറ്റ് അവരുടെ ഒപ്പീനിയൻ എന്തോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു സ്ഥലത്ത് റൂൾ ചെയ്യണം, ഓക്കെ. ബിക്കോസ് ബ്രിട്ടീഷേഴ്സ് ഒത്തിരി സ്മാർട്ട് ആയിരുന്നു. സോ ബ്രിട്ടീഷേഴ്സിന് അറിയായിരുന്നു ദാറ്റ് അവർക്ക് ഇന്ത്യയിൽ റൂൾ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തുവാ എല്ലാവരുടെയും ഒപ്പീനിയൻ ആദ്യം അറിയണം, ഓക്കെ. ഇന്ത്യയിൽ എന്തുവാ ക്ലൈമറ്റ് എല്ലാത്തിനെ കുറിച്ച് അവർക്കൊരു ടിപ്പ് ടോപ്പ് റിസൾട്ട് മീൻസ് ടിപ്പ് ടോപ്പ് ഒരു അനാലിസിസ് വേണം, ഓക്കെ. സോ അതിനു വേണ്ടിയായിരുന്നു അവർ സർവേ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ, ഓക്കെ. So the Britishers believed that a country had to be properly known before it could be effectively administered. Administered means rule ചെയ്യാൻ, okay. So ഒരു കൺട്രിയിൽ നിങ്ങൾക്ക് റൂൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ കൺട്രീനെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം, okay. അതായിരുന്നു ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി, okay. By the early 19th century, detailed surveys were being carried out to map the entire country, okay. So 19th century, early 19th century തൊട്ടേ എന്തുവാ ഡീറ്റെയിൽഡ് സർവേസ് നടക്കുമായിരുന്നു, okay. ഫുൾ ഹോൾ കൺട്രിയിൽ ഡീറ്റെയിൽഡ് സർവേസ് എന്തായിരുന്നു ബ്രിട്ടീഷേഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു, സോ ദാറ്റ് അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഒപ്പീനിയനെ കുറിച്ചും മനസ്സിലാവാൻ വേണ്ടി, ഓക്കെ. സോ ഇൻ ദ വില്ലേജസ് റവന്യൂ സർവേസ് വെർ കണ്ടക്റ്റഡ്. റവന്യൂ സർവേസ് മീൻസ് എല്ലാ വില്ലേജിലും എല്ലാ ഗാവിലും അവർ ആൾക്കാരെ വിട്ട്, ബ്രിട്ടീഷേഴ്സ് ആൾക്കാരെ വിട്ട് സർവേസ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇതറിയാൻ ദാറ്റ് എല്ലാ വില്ലേജിലും അവരെങ്ങനെയായിരുന്നു കാശ് ഏൺ ചെയ്യുന്നത്, ഓക്കെ, പൈസ ഏൺ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ സർവേസ് ചെയ്യുന്നുണ്ടായിരുന്നു. റവന്യൂ സർവേസ് മീൻസ് ആ വില്ലേജിൽ എന്ത് പണി ചെയ്തിട്ടാണ് കൂടുതലും ആൾക്കാർക്ക് ക്യാഷ് കിട്ടുന്നത് അതറിയാൻ വേണ്ടിയാണ് റവന്യൂ സർവേസ് അവർ കണ്ടക്ട് ചെയ്തത്, ഓക്കെ. ദ എഫേർട്ട് വാസ് ടു നോ ദ ടോപ്പോഗ്രഫി, ദ സോയിൽ ക്വാളിറ്റി, ദ ഫ്ലോറ, ദ ഫോണ, ദ ലോക്കൽ ഹിസ്റ്ററീസ് ആൻഡ് ദ ക്രോപ്പിംഗ് പാറ്റേൺ. ഓൾ ദ ഫാക്ട്സ് സീൻ ആസ് നെസസറി ടു നോ അബൌട്ട് ദി അഡ്മിനിസ്റ്റർ ദ റീജിയൻ, ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പോഗ്രഫി. സോ അവർ ബ്രിട്ടീഷേഴ്സ് എന്താ എല്ലാത്തിൻ്റെയും സർവേ എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവർ റിവന്യൂ സർവേ എടുത്തു. റിവന്യൂ മീൻസ് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്ത് ചെയ്തിട്ടായിരുന്നു അവർ ക്യാഷ് ഓൺ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഉള്ള സർവേക്കാണ് നമ്മൾ റിവന്യൂ സർവേ എന്ന് പറയുന്നത്, ഓക്കെ. അങ്ങനെ തന്നെ ടോപ്പോഗ്രഫി, സോയിൽ ക്വാളിറ്റി അതൊക്കെ അറിയാൻ വേണ്ടി അവർ സർവേസ് ചെയ്യുമായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ടോപ്പോഗ്രഫി? ഇത് NCERT ഇല്ല, ബട്ട് ഫോർ യുവർ നോളേജ് ഐ എം ടെല്ലിങ് യു ദാറ്റ് ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ജീവിക്കുക, ഓക്കെ. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ്, ഓക്കെ. സോ കേരളത്തെ ടോപ്പോഗ്രഫി എങ്ങനെയായിരിക്കും? അവിടെ മഴ പെയ്യും, ഒത്തിരി മഴയുണ്ട്, ഓക്കെ, കുറേ ചൂടുമുണ്ട്, ആൻഡ് ദെൻ അവിടെ സീ ഉണ്ട്, അങ്ങനെയൊക്കെ അവിടുത്തെ നാച്ചുറൽ ഒരു എങ്ങനത്തെ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഓക്കെ, അവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതൊക്കെയാണ് അതിൻ്റെ മീനിങ് ആണ് ടോപ്പോഗ്രഫി, ഓക്കെ. ദെൻ സോയിൽ ക്വാളിറ്റി മീൻസ് അവിടുത്തെ മണ്ണിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്. ഫ്ലോറ മീൻസ് അവിടെ എന്തൊക്കെ ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, സ്പെഷ്യാലിറ്റി എന്തോ അതൊക്കെ. ദ ഫോണ മീൻസ് ആനിമൽസ്, കുഞ്ഞ് ആനിമൽസ് തൊട്ട് വലിയ ആനിമൽസ് എല്ലാത്തിനെയും കുറിച്ചും അവർ സർവേ ചെയ്ത് കണ്ടുപിടിച്ചു, ഓക്കെ, ഇതൊക്കെ ആനിമൽസ് എവിടെയുണ്ടെന്ന്, ഓക്കെ. ദ ലോക്കൽ ഹിസ്റ്ററി മീൻസ് അവിടെ മുമ്പ് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തൊക്കെ മേജർ ഇവൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട്. ആൻഡ് ദ ക്രോപ്പിംഗ് പാറ്റേൺ മീൻസ് ഏതൊക്കെ പ്ലാന്റ്സിൻ്റെ ഫാമിംഗ് അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ നോക്കാൻ വേണ്ടിയും അവർ സർവേ അറേഞ്ച് ചെയ്തായിരുന്നു, ഓക്കെ. ആൻഡ് ദെൻ അവർ എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ എല്ലാ റിപ്പോർട്ട്സും ഉണ്ടായിരുന്നു, ഓക്കെ. ആൻഡ് ദെൻ അവർ ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് ആ ഒരു സ്ഥലത്ത് മീൻസ് എല്ലാ സ്ഥലത്തിനെയും കുറിച്ചും അവർ പഠിച്ചത്? ബിക്കോസ് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നാലേ അവർക്ക് അവിടെ റൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓക്കെ. സോ അവർ കുഞ്ഞു വില്ലേജ് തൊട്ട് എല്ലാ വില്ലേജസിലും അവരെന്താ റൂൾ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് കുഞ്ഞ് വില്ലേജ് തൊട്ട് റൂൾ ചെയ്യാൻ തുടങ്ങിയാലേ അവർക്ക് ഫുൾ ഇന്ത്യയിൽ റൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓക്കെ. നൗ ആൻഡ് ദെൻ 19th സെഞ്ച്വറി എൻഡ് ആയപ്പോഴത്തേക്ക് അവർ സെൻസസ് ഓപ്പറേഷനും തുടങ്ങി, ഓക്കെ. സോ ഇതുവരെ അവരെന്തോ അവിടുത്തെ നാച്ചുറൽ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെയായിരുന്നു അവർ നോക്കിക്കൊണ്ട് വന്നത്, ഓക്കെ. സോ സെൻസസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ വീട്ടായിട്ട് പോയിട്ട് അവർ ആൾക്കാരോട്, ഓക്കെ, റിയൽ പീപ്പിളിനോട് അവരുടെ ഒപ്പീനിയനെ കുറിച്ച് നോക്കിയിട്ട് അത് അവർ എഴുതി വെക്കുമായിരുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു, ഓക്കെ. സോ അതിനാണ് സെൻസസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഓക്കെ. സോ 19th സെഞ്ച്വറിൻ്റെ എൻഡ് തൊട്ട് അവർ ഈ സെൻസസ് ഓപ്പറേഷൻ തുടങ്ങി, ഓക്കെ. സോ സെൻസസ് ഓപ്പറേഷനിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? റിയൽ ആൾക്കാരോട് ഇപ്പോഴും അത് ഇന്ത്യയിലുണ്ട്, ഈ ഫ്രീഡം കഴിഞ്ഞപ്പോഴും അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ലൈക്ക് എവറി 10 years എല്ലാ 10 വർഷത്തിലും സെൻസസ് ഓപ്പറേഷൻ തുടങ്ങും, ഓക്കെ. സെൻസസ് ഓപ്പറേഷനിൽ എന്തുവാ സംഭവിക്കുന്നത്? ദാറ്റ് എല്ലാ പ്രൊവിൻസ്, ഓക്കെ, ബ്രിട്ടീഷ് റൂൾ നടന്നുകൊണ്ടിരിക്കുമ്പം സ്റ്റേറ്റ്സ് അല്ലായിരുന്നു, പ്രൊവിൻസ് ആയിരുന്നു. സോ എല്ലാ പ്രൊവിൻസിലും എത്ര ആൾക്കാരുണ്ട്, അവിടെ ഏതൊക്കെ കാസ്റ്റ് ഉണ്ട്, ഏതൊക്കെ റിലീജിയൻസ് ഉണ്ട്, ഏതൊക്കെ ഓക്യുപ്പേഷൻസ് ഉണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഓപ്പറേഷനെയാണ് സെൻസസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഓക്കെ. അതിനെ സർവേ എന്നല്ല പറയുന്നത്, ഓക്കെ, സെൻസസ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്, ഓക്കെ. ഇപ്പോഴും ഇന്ത്യയിൽ സെൻസസ് ഓപ്പറേഷൻ ചെയ്യാറുണ്ട് എവറി 10 years, ബട്ട് ലാസ്റ്റ് 20 to 30 years ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ, ബട്ട് മുമ്പ് ലൈക്ക് അതൊരു റൂളായിരുന്നു, ലൈക്ക് എല്ലാ 10 yearsലും സെൻസസ് ഓപ്പറേഷൻ നടക്കണമെന്ന്. സോ അങ്ങനെ തന്നെ ബ്രിട്ടീഷ് റൂൾ നടന്നപ്പോൾ ഒരു 19th സെഞ്ച്വറിൻ്റെ എൻഡിങ് വന്നപ്പോൾ അവരെന്താ സെൻസസ് ഓപ്പറേഷൻ തുടങ്ങി, ഓക്കെ. അതിൽ കൂടെ അവരെന്തൊക്കെ അറിഞ്ഞു? എല്ലാ പ്രൊവിൻസിലും എത്ര ആൾക്കാരുണ്ട്, ഓക്കെ, എത്ര കാസ്റ്റ് ഉണ്ട്, ഏതൊക്കെ കാസ്റ്റ് ഉണ്ട്, റിലീജിയൻസ് ഏതൊക്കെയുണ്ട്, ഓക്യുപ്പേഷൻസ് എന്തൊക്കെയുണ്ട്, അതൊക്കെ അറിഞ്ഞു, ഓക്കെ. ആൻഡ് ദെൻ അവർ വേറെയും കുറേ സർവേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ. ബൊട്ടാനിക്കൽ സർവേസ്, സൂലോജിക്കൽ സർവേസ്, ആർക്കിയോളജിക്കൽ സർവേസ്, ഓക്കെ, ആന്ത്രോപോളജിക്കൽ സർവേസ്, ഫോറസ്റ്റ് സർവേസ്, ഇങ്ങനെ കുറേ സർവേസ് അവർ ചെയ്തായിരുന്നു.
സോ അവർ ഫുൾ റിപ്പോർട്ട്സ് എല്ലാ സർവേന്നും എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അവർ ലഭിച്ചായിരുന്നു ആ ഒരു സമയം വരെ. ഓക്കെ, സോ ഇതിൻ്റെ ബൊട്ടാനിക്കൽ സർവേസ് മീൻസ് ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ട്, സൂലോജിക്കൽ സർവേസ് മീൻസ് സൂയിൽ ഏതൊക്കെ മീൻസ് ആനിമൽസ് ഉണ്ട് അതൊക്കെ, ആർക്കിയോളജിക്കൽ സർവേസ് മീൻസ് ഏതൊക്കെ ഹിസ്റ്റോറിക്കൽ ലേക്സ് ഉണ്ട്, ഹിസ്റ്ററിയിൽ പാസ്റ്റിന്ന് ഏതൊക്കെ സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ആർക്കിയോളജിക്കൽ സർവേസ്. ഓക്കെ, ആന്ത്രപ്പോളജിക്കൽ സർവേസ്, ഫോറസ്റ്റ് സർവേസ് മീൻസ് ഏതൊക്കെ ഫോറസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ, എത്ര ഫോറസ്റ്റ് ഉണ്ട്, ആ ഫോറസ്റ്റിൽ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട് അതൊക്കെ ഫോറസ്റ്റ് സർവേസിൽ വരും. ഓക്കെ, അങ്ങനെ അവർ എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യനെ കുറിച്ച് ആ സർവേസിൻ്റെ ത്രൂ എടുത്തായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ അവർ ഇത്രയും സർവേ എന്തിനായിരുന്നു ചെയ്യിക്കുന്നത്, ബിക്കോസ് അവർക്ക് അവരുടെ ബിലീഫ് എന്തായിരുന്നു ദാറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിൽ റൂൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ കോർണറിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ വേണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ട്രൂ ഓൾസോ ബിക്കോസ് അവർ ഇത്രയും ഇയേഴ്സ്, ഓക്കെ 250-200 ഇയേഴ്സ് അവരെന്താ ഇന്ത്യയിൽ റൂൾ ചെയ്തു. അതിൻ്റെ മെയിൻ റീസൺ എന്തായിരുന്നു, ഇറ്റ് വാസ് ബിക്കോസ് അവർക്ക് ഇന്ത്യനെ കുറിച്ച് എല്ലാ ഡീറ്റെയിലും അറിയായിരുന്നു. ഓക്കെ, ഓരോ കോർണർ ഓരോ ഡീറ്റെയിൽസ് അവർക്ക് ഇന്ത്യനെ കുറിച്ച് അറിഞ്ഞായിരുന്നു അവർക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. Now, ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ബട്ട് വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ. നൗ ഒഫീഷ്യൽ റെക്കോർഡ്സ് കണ്ടിട്ട് നമുക്ക് എന്താ പിടികിട്ടാത്തത് നമുക്ക് നോക്കാം. ദീസ് റെക്കോർഡ്സ് ഡു നോട്ട് ഓൾവേസ് ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് അതർ പീപ്പിൾ ഇൻ ദ കൺട്രി ഫെൽറ്റ് അതർ ദാൻ കൊളോണിയൽ റൂളേഴ്സ്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ഈ റെക്കോർഡ്സിൽ നമുക്കറിയാം ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ദാറ്റ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ആയിരുന്നു ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതിയത്. ഓക്കെ, അങ്ങനെ തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് മീൻസ് ബ്രിട്ടീഷ് റൂളേഴ്സ് ആൻഡ് ബ്രിട്ടീഷേഴ്സ് തന്നെയായിരുന്നു നമ്മുടെ ഒഫീഷ്യൽ റെക്കോർഡ്സും എഴുതിയത്. ഓക്കെ, സോ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. സോ ആ ഒഫീഷ്യൽ റെക്കോർഡ്സ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല, നമുക്കൊന്നും അതിൽ എഴുതിയിട്ടില്ല ത്രൂ വിച്ച് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോർമൽ പീപ്പിൾ, ആ സമയത്തുള്ള നോർമൽ പീപ്പിൾ അതൊക്കെ കണ്ട് എന്തുമായിരുന്നു അവരുടെ ഫീലിംഗ്, അതൊന്നും അതിൽ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അവർ എഴുതിയിട്ടില്ല. ഓക്കെ, ഓൺലി അബൌട്ട് കൊളോണിയൽ റൂളേഴ്സിനെ കുറിച്ച് മാത്രമാണ് ആ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ അവർ ഡോക്യുമെൻ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ ഒരു വില്ലേജ്, ഓക്കെ ആ വില്ലേജ് അവർ വെട്ടിക്കണ്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, സോ അവർ അത് മാത്രമേ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൂ ദാറ്റ് അവർ അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി. ബട്ട് ദെൻ ആ വില്ലേജിലെ ആൾക്കാർ എന്ത് ചെയ്യേ, അവരുടെ വീട് എന്ത് ചെയ്യേ, അവരുടെ ഒക്യുപ്പേഷൻ, അവരുടെ എന്തുമായിരുന്നു ഫീലിംഗ്, അതിനെക്കുറിച്ചൊന്നും അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, so what do official records do not tell? These records do not always help us understand what other people in the country felt. Okay, other people means കൺട്രിയിലെ വേറെ ആൾക്കാർക്ക് എന്തുമായിരുന്നു അവരുടെ ഫീലിംഗ്, ഓരോ ചേഞ്ചസ് വന്നപ്പം അതിനെക്കുറിച്ചൊന്നും അവർ ഒരു റെക്കോർഡും ഉണ്ടാക്കിയിട്ടില്ല അതർ ദെൻ കൊളോണിയൽ റൂളേഴ്സ്. ഓക്കെ, കൊളോണിയൽ റൂളേഴ്സ് ആ സമയത്തെ റൂളേഴ്സിന് എന്തുവാ ഫീൽ ആയത്, എന്തൊക്കെ ചേഞ്ചസ് വന്നു അതൊക്കെ അവർ റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ മീൻസ് നോർമൽ പീപ്പിൾ ഓഫ് ദ കൺട്രീനെ കുറിച്ചൊന്നും ഒരു റെക്കോർഡും ഇല്ല. ഓക്കെ, what more do we have for a clearer picture of colonial history? So official records in നമുക്കൊരു ക്ലിയർ പിക്ചർ ഒന്നും കിട്ടത്തില്ല കൊളോണിയൽ ഹിസ്റ്ററിനെ കുറിച്ച്. സോ ഇച്ചിരി കൂടെ ഒരു ക്ലിയറർ ഹിസ്റ്ററിക്ക് വേണ്ടി നമുക്ക് എന്ത് വായിക്കണം, സോ അതിനുവേണ്ടി നമുക്ക് ഇച്ചിരി കൂടെ പരിശ്രമം ചെയ്യണം. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു റീഡ് ഡയറീസ് ഓഫ് പീപ്പിൾ. ഓക്കെ, സോ ഡയറീസ് ഓഫ് പീപ്പിൾ മീൻസ് നമുക്ക് ഇച്ചിരി കൂടെ ക്ലിയർ പിക്ചർ വേണമെങ്കിൽ ലൈക്ക് കൊളോണിയൽ ബ്രിട്ടീഷ് റൂൾ നടന്ന സമയത്തെ ക്ലിയർ പിക്ചർ മീൻസ് മറ്റുള്ള ആൾക്കാർ മീൻസ് ഇന്ത്യയിലെ മറ്റുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഫീലിംഗ്സ് ആയിരുന്നു ഓരോ ചേഞ്ചസ് വന്നപ്പം അതിൻ്റെയൊക്കെ ഒരു ക്ലിയർ പിക്ചർ കൂടെ വേണമെങ്കിൽ നമുക്ക് ഡയറീസ് ഓഫ് പീപ്പിൾ മീൻസ് ആ സമയത്തെ ആൾക്കാർ എഴുതിയ ഡയറീസ് മീൻസ് ഇപ്പോഴും ഡയറി എൻട്രീസ് നടക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് ഹു ലവ് ടു റൈറ്റ് ഡയറീസ്. ഓക്കെ, അവരെല്ലാ രാത്രിയും ആ ദിവസത്തിനെക്കുറിച്ച് ഫുള്ള് ഡയറിയിൽ എഴുതും. അങ്ങനെ തന്നെ ഹിസ്റ്ററിയിലും അങ്ങനത്തെ പല ആൾക്കാരുണ്ടായിരുന്നു. സോ അവരുടെ ഡയറീസ് വായിക്കണം. അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫീസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്. ഓട്ടോബയോഗ്രഫി മീൻസ് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് തന്നെ എഴുതുക, അതിനാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ഓട്ടോബയോഗ്രഫിയിലും അവർ കുറച്ചൊക്കെ എഴുതും അബൌട്ട് ഹിസ്റ്ററി. ഓക്കെ, അക്കൗണ്ട്സ് ഓഫ് പിൽഗ്രിംസ് ആൻഡ് ട്രാവലേഴ്സ്. സോ ഓൾസോ ബിഫോർ ദാറ്റ് ബയോഗ്രാഫി എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ വേറൊരാളുടെ ലൈഫിനെ കുറിച്ച് എഴുതുക. സോ അതിന് നമ്മൾ ബയോഗ്രഫി എന്ന് പറയും. ഓട്ടോബയോഗ്രഫി മീൻസ് നമ്മൾ നമ്മുടെ തന്നെ ലൈഫിനെ കുറിച്ച് എഴുതുക, ഡോക്യുമെൻ്റ് ചെയ്ത് എഴുതുക. സോ അതിന് ഓട്ടോബയോഗ്രഫി എന്ന് പറയും. ഓക്കെ, and then accounts of pilgrims and travelers. Accounts of pilgrims and travelers means ആ സമയത്തെ മീൻസ് തീർത്ഥയാത്ര, ഓരോരോ മന്ദിരി പോകുമ്പം ഓരോരോ ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു, ആ സമയത്തും ഉണ്ടായിരുന്നു. ഓക്കെ, തീർത്ഥയാത്ര എന്നൊക്കെ പറഞ്ഞ യാത്ര. സോ അവരൊക്കെ ട്രാവൽ ചെയ്യുമ്പം അവരുടെ എക്സ്പീരിയൻസ് എഴുതും, അതിൽ കൂടെ നമുക്ക് ഇന്ത്യയുടെ ഹിസ്റ്ററിനെ കുറിച്ച് അറിയാം. ഓക്കെ, സോ നമ്മളിപ്പം ഡയറി ഓഫ് പീപ്പിൾ പഠിച്ചു, ഓട്ടോബയോഗ്രഫി, and then accounts of pilgrims, and then popular booklets sold in the local bazaars. സോ പോപ്പുലർ ബുക്സ് ഉണ്ട് ലോക്കൽ ബാസാർസിൽ അവർ സെല്ല് ചെയ്യുന്നത്, അത് വായിച്ചാലും നമുക്ക് മനസ്സിലാവും. ആൻഡ് ദെൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് റൈറ്റിംഗ്സ് ഓഫ് ലീഡേഴ്സ് ആൻഡ് റിഫോമേഴ്സ്. ന്യൂസ് പേപ്പേഴ്സ് ആ സമയത്തെ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് അല്ലെങ്കിൽ റിഫോമേഴ്സ് എഴുതിയ ഓരോ റൈറ്റിംഗ്സ്, അത് വായിച്ചാലും നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ പിക്ചർ കിട്ടും. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഈസ് റൈറ്റിംഗ്സ് ഓഫ് പോയറ്റ്സ് ആൻഡ് നോവലിസ്റ്റ്. ഓക്കെ, ഓരോ പോയറ്റ്സും ഓരോ നോവലിസ്റ്റും ഒക്കെ എഴുതിയ റൈറ്റിംഗ്സ് നമ്മൾ വായിച്ചാലും നമുക്ക് ഇച്ചിരി കൂടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ, സോ now why getting to know about the lives of tribal people in colonial India a more difficult task? Means ഈ ട്രൈബൽ പീപ്പിൾ ഇല്ലായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. മീൻസ് ഓരോരോ ഫോറസ്റ്റിൽ ട്രൈബൽ പീപ്പിൾ, ഓരോരോ ട്രൈബ്സ് ഒക്കെ ജീവിക്കുന്ന ആ ഒരു ഏരിയേൻ്റെ നമുക്ക് ഹിസ്റ്ററി അറിയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ സിറ്റീസ്, ഇന്ത്യയിലെ സിറ്റീസ് ആൻഡ് ടൗൺസിൽ
ആൾക്കാർ പഠിക്കാനും എഴുതാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ബട്ട് ഈ ട്രൈബൽ പീപ്പിൾ അവർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ദാറ്റ്സ് വൈ നമുക്ക് അവർ എഴുതിയ ഒരു റെക്കോർഡ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ദാറ്റ്സ് വൈ അവരുടെ ഹിസ്റ്ററി അറിയുക എന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ അവരുടെയും ഹിസ്റ്ററി അറിയാനുള്ള എന്തൊക്കെയോ സോഴ്സസ് ഉണ്ട്, ബട്ട് ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ടാണ് അത്. ഓക്കെ, സോ നൗ ഇവിടെ ഞാൻ ചില ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് NCERT questions തന്നെയാണ്. So first question is state whether true or false. Okay, so first one is James Mill divided Indian history into 3 periods: Hindu, Muslim and Christian. Okay, so James Millന്റെ ബുക്കിൽ 3 periods ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിനെ ഡിവൈഡ് ചെയ്തായിരുന്നു. അത് ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ അല്ലായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ദിസ് ഈസ്. ഓക്കെ, okay, so this one is false. Okay, second is official documents help us understand what the people of the country think. Okay, സോ ഇതും ഫോൾസ് ആണ്. ബിക്കോസ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് നമുക്ക് റൂളേഴ്സ്, ആ സമയത്തെ റൂളേഴ്സ് എന്തുവായിരുന്നു ഓർക്കുന്നത്, എന്തുവായിരുന്നു ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പീപ്പിൾ ഓഫ് ദ കൺട്രിയിലെ നോർമൽ ആൾക്കാർ എന്തുവായിരുന്നു അവരുടെ ഫീലിംഗ്സ്, അതൊന്നും നമുക്ക് മനസ്സിലാക്കില്ല അതിന്. സോ ദിസ് ഈസ് ഓൾസോ ഫോൾസ്. ഓക്കെ, വെയിറ്റ്, this is also false. Third is the British thought surveys were important for effective administration. Okay, this is true because Britishers survey എന്തിനായിരുന്നു ചെയ്യിപ്പിക്കുന്നത്, അവർ ഓർത്തു ദാറ്റ് നമുക്ക് ഇന്ത്യയിൽ റൂൾ ചെയ്യണമെങ്കിൽ ആൾക്കാർ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ആൾക്കാരുടെ ഒപ്പീനിയനും അവർക്ക് സർവേ ത്രൂ മനസ്സിലാണ്. സോ ദിസ് ഇസ് വെരി വെരി ട്രൂ. ഓക്കെ, സോ ദിസ് ഇസ് ട്രൂ. Now, second question is, what is the problem with the periodization of Indian history that James Mill offers? James Mill എഴുതിയ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നം? It was that James Mill divided Indian history into 3 periods: Hindu, Muslim and British. So main problem എന്തായിരുന്നു, ജെയിംസ് മിൽ 3 സെക്ഷനിൽ ഡിവൈഡ് ചെയ്തു ഇന്ത്യൻ ഹിസ്റ്ററിനെ, ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. ഓക്കെ, അതിൻ്റെ മെയിൻ പോയിന്റ്സ് മേളിൽ ഞാൻ പറഞ്ഞായിരുന്നു. ബട്ട് ഇഫ് യു വാണ്ട് അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയും പഠിക്കാം. ഓക്കെ, now, okay, if you want to take screenshot you can take it from here. Okay, I hope you have done. Now, why did the British preserve official documents? Official documents എന്തിനായിരുന്നു ബ്രിട്ടീഷേഴ്സ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്? സോ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എഴുതണം. സോ അവരെന്തിനാണ് സേവ് ചെയ്ത് വെക്കുന്നത്? ബിക്കോസ് അതൊരു പ്രൂഫ് ആയിട്ടായിരുന്നു അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ അവർ ഇച്ചിരി കൂടെ നല്ലതായിട്ട് നമ്മുടെ മേൽ റൂൾ ചെയ്യാൻ വേണ്ടി അവരത് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. ആൻഡ് ഓൾസോ ദ കോപ്പീസ് മേ ബി മെയ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ മോഡേൺ ടൈംസ്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ കോപ്പീസും പിന്നെ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മോഡേൺ ടൈംസിലും ഓരോരോ കാര്യങ്ങൾ നോക്കാൻ. ഓക്കെ, സോ ഇഫ് ദിസ് ക്വസ്റ്റ്യൻ കംസ് യു ഹാവ് ടു റൈറ്റ് ദീസ് പോയിന്റ്സ്. ഓക്കെ, നൗ the last question is, how will the information historians get from old newspaper be different from that found in police reports? സോ ഒരു ഹിസ്റ്റോറിയന് ഓൾഡ് ന്യൂസ് പേപ്പറിൽ കിട്ടുന്ന ഇൻഫർമേഷനും ഹിസ്റ്ററിനെ കുറിച്ച് ആൻഡ് പോലീസ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും എന്തായിരിക്കും അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ്? അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് ഇതാ ദാറ്റ് അവർ ന്യൂസ് പേപ്പറിൽ ഓൾഡ് ടൈംസിൽ ബ്രിട്ടീഷേഴ്സ് എന്തായിരുന്നു കൊടുക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ന്യൂസ് ആയിരുന്നു അവർ കൊടുക്കുന്നത്. ഓക്കെ, ബട്ട് ദെൻ പോലീസ് റിപ്പോർട്ട്സിൽ എന്തായിരുന്നു ട്രൂ കാര്യങ്ങൾ മാത്രമേ അവർ കൊടുക്കാറുള്ളൂ. ഓക്കെ, ദാറ്റ്സ് വൈ പോലീസ് റിപ്പോർട്ട്സ് ഇസ് മോർ ട്രൂവർ ദാൻ old newspapers. Okay, the information printed in newspapers are usually affected by the views and opinions of the reporters. Okay, so reporters in views and opinions വെച്ചായിരുന്നു അവർ newspaper print ചെയ്യുന്നത്. Okay, but what historians find in police reports are usually true and realistic. But police reportsൽ കിട്ടുന്ന റെക്കോർഡ്സ് ഹിസ്റ്റോറിയന് വേണ്ടി മോർ ഹെൽപ്ഫുൾ ആണ് ബിക്കോസ് അതാണ് ഇച്ചിരൂടെ സത്യം. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ ന്യൂസിലും യൂട്യൂബ് വീഡിയോസിലും നിങ്ങൾ കാണുന്ന ഓരോരോ ക്രൈംസിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ബിക്കോസ് എല്ലാവരും അവരോട് ഒപ്പീനിയൻ വെച്ചാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. ബട്ട് ദെൻ പോലീസ് കൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ട് മോർ ട്രൂ ആയിരിക്കും. ഓക്കെ, so that is it. So yeah, that's it for your chapter. I hope you all understood, and if you like the video, please do not forget to like, share and subscribe to my channel. And yeah, thank you.